ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ മനസ്സിലാക്കി എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇനി രണ്ടാമത്തെ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു കോർ ടോപ്പിക്കാണ്. അത് മെക്കാനിക്കൽ വീഡിയോ വേണമെങ്കിൽ ഓൺ ചെയ്തോ. വീഡിയോ ഓഫ് ആണ്. വേണ്ട സാർ, വീഡിയോയുടെ ആവശ്യമില്ല സാർ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നമുക്ക് ബാൻഡ്വിഡ്ത്ത് കൂടുതൽ കിട്ടുന്നത് ഓണാക്കാതെ, അതുകൊണ്ടാണ്. അപ്പോ ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു കോർ ടോപ്പിക്കാണ് മാനുഫാക്ചറിങ് ടെക്നോളജി. മാനുഫാക്ചറിങ് ടെക്നോളജി നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ 6 ടോപ്പിക്കാണ്. ലാസ്റ്റ് ഇയറിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 2 മാർക്ക്. 2 മാർക്ക് എന്നതിലല്ല കാര്യം, ഇത്തവണ അതിൽ കൂടുതലുണ്ടാവും. കാരണം ലാസ്റ്റ് ഇയർ 20 മാർക്കോളം GK ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ 20 മാർക്ക് ഇത്തവണ അവോയ്ഡ് ചെയ്തിട്ട് ആ 20 മാർക്ക് ഡിവൈഡഡ് ടു 4 ആയിട്ട് വരുമ്പോൾ 4 ടോപ്പിക്കുകളിലേക്ക് 5 മാർക്ക് വീതം ആഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതലാവും എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം 4 ടോപ്പിക്കിൽ കൂടുതലാവും. 5 ക്വസ്റ്റ്യൻസ് വരെ പരമാവധി, ഇൻക്ലൂഡിങ് മെറ്റീരിയൽ സയൻസ് 6 to 7 ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷം ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഒരു തോട്ടിൽ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ തവണ വെൽഡിങ്ങിൽ നിന്ന് ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മെഷീൻ ടൂൾസ് ആൻഡ് മെഷീനിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ 2 ക്വസ്റ്റ്യൻ്റെ വാല്യൂ എത്ര ആണെന്ന് അറിയോ? 2 മാർക്കിന്റെ വില എത്ര ആണെന്ന്? 1 മാർക്ക് അല്ല, 1 മാർക്കല്ലേ ഉള്ളൂ എന്ന് തോന്നും. കഴിഞ്ഞ തവണ 20.33 കട്ട് ഓഫ്, 39 ഫസ്റ്റ് റാങ്ക്, 39 സെക്കൻഡ് റാങ്ക് എനിക്ക് 36 ഓർ സംതിങ് ആണ്, വാട്ടവർ. ആ 18 മാർക്കിന്റെ ഗ്യാപ്പിൽ 490 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അറൌണ്ട് 28, 1 മാർക്കിന്റെ വാല്യൂ 28 റാങ്കാണ്. 28 റാങ്ക് വ്യത്യാസം ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ 56 റാങ്ക്, നിയർലി 60 റാങ്ക് അപ്പാണ്. ഈ മെയ് 31 റിട്ടയർമെന്റോടെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 90 വേക്കൻസിക്ക് മുകളിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ 90 വേക്കൻസിയിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുക 60 റാങ്ക് മുകളിൽ. മറ്റുള്ളവർ മ്യൂട്ട് ചെയ്യണേ, ദയവായി മ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഫണ്ടമെന്റൽസ് ആണ്. പക്ഷെ ഫണ്ടമെന്റൽസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നല്ല ഒരു നോഹോ ഇതിനകത്ത് ഉണ്ടായാലേ പറ്റൂ. ഐ എം ഗോയിങ് സ്ട്രേറ്റ് അവേ ടു ദ ടോപ്പിക്. ഇന്ന് ഫസ്റ്റ് ഈ മാനുഫാക്ചറിങ് ടെക്നോളജി 4 സെഷനാണ് നമുക്ക് വേണ്ടത്. 4 സെഷനിൽ ഫസ്റ്റ് സെഷൻ ഐ എം ഡീലിംഗ് വിത്ത് വെൽഡിംഗ് ടെക്നോളജി. നിങ്ങൾക്ക് മെക്കാനിക്കൽ ആസ്പിറൻസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ബേസിക് കോഴ്സായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ കൃത്യം അറിയായിരിക്കും. പക്ഷെ മറ്റുള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പാടായിരിക്കും. അവർ കൂടുതലായി ഫോക്കസ് ചെയ്യും. വെൽഡിംഗ് നിങ്ങൾക്കറിയാം, വെൽഡിംഗ് ഇസ് വെഡിങ്, റിയലി ഇറ്റ് ഇസ് എ വെഡിങ്, മാരേജ് ഓഫ് 2 മെറ്റൽസ് റിയലി. ഇതിനകത്ത് ഒരു പവർ സോഴ്സ് ഉണ്ട്. ആ പവർ സോഴ്സിൽ നിന്നാണ് ശരിക്കും ഇതിന് വേണ്ട കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു ആർക്ക് വെൽഡിങ്ങിന്റെ ഡയഗ്രാമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. AC അല്ലെങ്കിൽ ഒരു DC പവർ സോഴ്സ് ഉണ്ടാവും. ഈ പവർ സോഴ്സിന്റെ ഒരു പൊളാരിറ്റി ഏത് മെറ്റലാണോ നമുക്ക് വെൽഡ് ചെയ്യേണ്ടത്. ഇറ്റ് മേ ബി സിമിലർ മെറ്റൽ ഓർ ഡിസിമിലർ മെറ്റൽ. സിമിലർ പ്രോപ്പർട്ടിയുള്ള മെറ്റൽ ആയിരിക്കാം, ഡിസിമിലർ പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയൽ ആയിരിക്കാം. സിമിലർ ഫാമിലിയിലുള്ളതായിരിക്കാം, ഡിസിമിലർ ഫാമിലിയിലുള്ളതായിരിക്കും. അതിന്റെ ഒരു പൊളാരിറ്റി വർക്ക് പീസിലേക്ക് കണക്ട് ചെയ്യും. മറ്റേ പൊളാരിറ്റി നമ്മൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യും. ഒരു പൊളാരിറ്റി എപ്പോഴും വർക്ക് പീസിലായിരിക്കും, ഒരു പൊളാരിറ്റി ഇലക്ട്രോഡിലായിരിക്കും. ഈ പൊളാരിറ്റി ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നമുക്ക് ഒരു കറണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് യു ഷുഡ് റിമൈൻഡ്, നിങ്ങളെ ഓർപ്പിക്കാനുള്ള ഒറ്റ കാര്യം, ആദ്യത്തെ ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇൻ വെൽഡിംഗ്? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഇലക്ട്രോഡ് വർക്ക് പീസിലേക്ക് ടച്ച് ചെയ്യുന്നു ആ മൊമെന്റിൽ ഒരു മൊമെന്ററി ഒരു സ്പാർക്ക് ഉണ്ടാവും. ലേറ്റർ ഇറ്റ് ബിക്കം ആർക്ക്. ഫസ്റ്റ് സ്പാർക്കാണ് ഉണ്ടാവുന്നത്, പിന്നീട് ആർക്കായി പരിണമിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആർക്കിലേക്ക് പോകാനുള്ള സ്പാർക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിഫറൻസ് ഓഫ് പൊളാരിറ്റി ഉള്ള ഇലക്ട്രോഡ് കൊണ്ടുവന്ന് വർക്ക് പീസിലേക്ക് ഒന്ന് സ്ക്രാച്ച് ചെയ്യുന്ന ആ മൊമെന്റിൽ ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ബേസിക് പാർട്ട്, എന്താണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്?
ഈ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നെയാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പേപ്പർ അല്ലെങ്കിൽ നോട്ട് ഉണ്ടെങ്കിൽ എഴുതി സൂക്ഷിക്കും. ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലാതെ പറയുകയാണ്. അപ്പോൾ കറണ്ട് റിക്വയർഡ് ടു ഇനിഷ്യേറ്റ് ദ ആർക്ക് ഇൻ ആർക്ക് വെൽഡിംഗ് ഈസ് കോൾഡ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഇനി ഈ ആർക്ക് ഫോം ചെയ്തു, ആർക്ക് ഫോം ചെയ്തതിനു ശേഷം വി ആർ കണ്ടിന്യൂയിങ് വിത്ത് വെൽഡിങ്, ഇതിനെ ജോയിൻ ചെയ്യുന്ന പ്രോസസ് നമ്മൾ തുടരുകയാണ് ഈ ഹീറ്റ് ഉപയോഗിച്ച്. വെൽഡിംഗ് എന്ന് പറയുമ്പോൾ വെൽഡിങ്ങിനകത്ത് ജോയിൻ ചെയ്യുന്ന മെത്തേഡ് വിത്ത് ഓർ വിത്തൗട്ട് ഹീറ്റ് ആൻഡ് വിത്ത് ഓർ വിത്തൗട്ട് ദ പ്രഷർ. പ്രഷർ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, ഹീറ്റ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, ബേസ്ഡ് ഓൺ ഡിഫറെന്റ് കൈൻഡ് ഓഫ് വെൽഡിങ്. പല വെൽഡിങ്ങിൽ പല രീതിയിലാണ്. ചില സ്ഥലത്ത് ഹീറ്റും പ്രഷറും ഉപയോഗിക്കും, ചില സ്ഥലത്ത് ഹീറ്റ് മാത്രം ഉപയോഗിക്കുള്ളൂ, പ്രഷർ ഉണ്ടാകില്ല, ചിലയിടത്ത് ഹീറ്റും പ്രഷറും ഉപയോഗിക്കും. അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ആദ്യം ഈ സ്പാർക്ക് ഇനിഷ്യേറ്റ് ചെയ്ത ശേഷം ഈ ആർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ ഉപയോഗിക്കുന്ന കറണ്ടിനെയാണ് ഓപ്പൺ സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത്. ആദ്യം സ്ക്രാച്ച് ചെയ്തൊരു സ്പാർക്ക് ഉണ്ടാക്കി അതിനെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് വിളിക്കും. ആഫ്റ്റർ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി, ഈ ആർക്കിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്യുന്ന കറണ്ടാണ് ശരിക്കും ഓപ്പൺ സർക്യൂട്ട് കറണ്ട് എന്ന് വിളിക്കുന്നത്. രണ്ട് പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ ഈസ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓപ്പൺ സർക്യൂട്ട് കറണ്ട്. ബേസിക്കലി ഈ ഇതുപോലുള്ള ആർക്ക് വെൽഡിങ്ങിൽ 80 to 100 വോൾട്ടാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഓപ്പൺ സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് 80 to 100. അപ്പോൾ അതാണ് ബേസിക്കലി ഫണ്ടമെന്റലി നിങ്ങൾ അറിയേണ്ടത്. ഇനി കുറച്ച് ടെർമിനോളജീസ് നിങ്ങൾ അറിയേണ്ടത്. എന്താണ് ഫില്ലർ മെറ്റീരിയൽ എന്നുള്ളത്? ഫില്ലർ മെറ്റീരിയൽ എന്താണ്? നിങ്ങൾ മെക്കാനിക്കലുകാർക്ക് വളരെ നന്നായിട്ട് അറിയായിരിക്കും. അപ്പം ഇത്രയും പറഞ്ഞത് നമ്മളോട് പറയുന്നു, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് സ്ക്രാച്ചിൽ കൂടി ഉണ്ടാകും. ഫസ്റ്റ് ഇനിഷ്യൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫില്ലർ മെറ്റീരിയൽ. നമ്മൾ ഈ ഫിഗറൊക്കെ തിരികെ പോയാൽ നമ്മൾ ഈ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ വെൽഡ് പോർഷനിലേക്ക് ഈ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വർക്ക് പീസിനെ നമ്മൾ ബേസ് മെറ്റൽ എന്നൊരു ടേമിൽ കൂടി വിളിക്കാറുണ്ട്. ബേസ് മെറ്റൽ. ഈ ബേസ് മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ, പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ എനി പ്രോപ്പർട്ടി ആവാം, മേ ബി സ്ട്രെങ്ത്, കൊറോഷൻ റെസിസ്റ്റൻസ്, ഹീറ്റ് റെസിസ്റ്റൻസ്, എന്താണ് റിക്വയർമെന്റ് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന മെറ്റീരിയലാണ് ശരിക്കും ഫില്ലർ മെറ്റീരിയൽ. അത് ഓർത്തിരിക്കും, ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫില്ലർ മെറ്റീരിയൽ. ഇലക്ട്രോഡ്. നെക്സ്റ്റ് ഇസ് ഇലക്ട്രോഡ്. മ്യൂട്ട് ചെയ്യണം. നെക്സ്റ്റ് ഇസ് ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ശരിക്കും ഈ കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ശരിക്കും ഇലക്ട്രോഡ്. വെൽഡ് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രോഡ് ഹോൾഡർ വെച്ച് നമ്മൾ ഹോൾഡ് ചെയ്ത് മറ്റേ പൊളാരിറ്റി ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ശരിക്കും ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ബേസിക് വെൽഡിങ് കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. മെറ്റൽ വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റ് ആണ്. ഈ സാധനം രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഇലക്ട്രോഡിലെ കൺസ്യൂമബിൾ ആൻഡ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബേസിക്സിനെ പറ്റി നമ്മൾ പറഞ്ഞതിന് ശേഷം പ്രീവിയസ് PSC അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഈ വെൽഡിംഗ് എന്ന് പറയുന്ന പോർഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോഡ് രണ്ട് ടൈപ്പ് ഉണ്ട്, കൺസ്യൂമബിൾ ആൻഡ് നോൺ കൺസ്യൂമബിൾ. കൺസ്യൂമബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെൽഡിനെ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കറണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്ന മെറ്റൽ പീസ്, ഈ ഇലക്ട്രോഡ് തന്നെ എരിഞ്ഞ് ഈ മെറ്റൽ പീസിനകത്ത് ചേരുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രോഡ്, ഈ റോഡ് വെൽഡ് ചെയ്യുമ്പോൾ തന്നെ ഉരുകി 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 വെൽഡിനോടൊപ്പം ചേരുകയാണെങ്കിൽ we can call it as a consumable electrode. ഇനി ജസ്റ്റ് ഫോർ എ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്, അവിടെ അത് കൺസംഷൻ നടക്കുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് വിളിക്കാം. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ ഒരു പേപ്പർ കഷ്ണത്തിൽ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ടൈം ഈസ് ഫ്ലക്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സ്ട്രെങ്ത് പെർമനന്റ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ശരിക്കും ഫ്ലക്സ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ഗ്യാസുകൾ ഈ വെൽഡ് പോർഷനിലേക്ക് എൻട്രാപ്പ് ചെയ്യാൻ പാടില്ല.
ഇമ്പ്യൂരിറ്റീസ് ഈ വെൽഡ് ബീഡ് അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന പോർഷനിലേക്ക് ഈ ഇതിനാണ് ശരിക്കും ബേസിക്കലി ഫ്ലക്സ്. ഈ ഫ്ലെക്സ് അത് ഓരോ അത് പേസ്റ്റ് ആയിട്ട്, ഗ്രാന്യൂൾസ് ആയിട്ട്, പൗഡർ ആയിട്ട്, ലിക്വിഡ് ആയിട്ട് ഡിഫറെന്റ് ഫോമിൽ ഈ ഫ്ലെക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് വെൽഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ്, അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന ബേസ് മെറ്റൽ അനുസരിച്ചാണ് അതിന് ഡിഫറൻസ് ഉണ്ടാവുക. ഇനി വി ആർ ഗോയിങ് ടു ദ ക്ലാസിഫിക്കേഷൻ. ഇത് നിങ്ങൾ ഫണ്ടമെന്റൽസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബിടെക്കിൽ പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരിത്തിരി വേഗത്തിൽ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇത് നന്നായി അറിഞ്ഞിരിക്കണം. ഈ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വെൽഡിങ്ങിനുള്ളൂ. ഇത് 3 അല്ലാത്ത ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദാറ്റ് ആർ ആൾ ജോയിനിങ്, സോൾഡറിങ്, ബ്രേസിംഗ് തുടങ്ങിയിട്ടുള്ള ജോയിനിങ് പ്രോസസ്. ഇത് രണ്ടും അല്ലാതെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പക്ഷെ അത് വെൽഡിംഗ് അല്ലാത്തതുകൊണ്ട് ഈ വെൽഡിംഗ് ക്ലാസിഫിക്കേഷൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. 2 ടൈപ്പ് ഉണ്ട്, ഫ്യൂഷൻ വെൽഡിംഗ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ്. ഫ്യൂഷൻ വെൽഡിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേര് ലിക്വിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് അല്ലെങ്കിൽ ഹോമോജിനസ് വെൽഡിംഗ് എന്നാണ്. ശരിക്കും ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഫ്യൂഷൻ വെൽഡിങ്ങിൽ ഒരു മെൽറ്റിംഗ് ഉണ്ടാവും. പ്രോപ്പറായിട്ട് ഈ മെറ്റൽ പാർട്ട്, ജോയിൻ ചെയ്യേണ്ട മെറ്റൽ പാർട്ട് മെൽറ്റായി മാറുന്നുണ്ട്, ഉരുകി മാറുന്നുണ്ട്. മെറ്റലിന്റെ ടെമ്പറേച്ചർ മെറ്റൽ അക്വയർ ചെയ്ത് ഉരുകി ഒരു മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഫ്യൂഷൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ ഈ ഫ്യൂഷൻ വെൽഡിങ്ങിൽ ഫില്ലർ മെറ്റലുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിൽ ഫില്ലർ മെറ്റൽ ഉപയോഗിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഫില്ലർ മെറ്റൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്. മെറ്റലിന്റെ പ്രോപ്പർട്ടി, വെൽഡ് ചെയ്യുന്ന 2 വർക്ക് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ജോയിൻ ചെയ്യുന്ന പോർഷന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാനാണ് ഫില്ലർ മെറ്റൽ ഉപയോഗിക്കുന്നത്. ഈ ഫ്യൂഷൻ വെൽഡിങ്ങിൽ, എക്സാമ്പിൾ ആർക്ക് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, തെർമൈറ്റ് വെൽഡിംഗ്, ഈ ഫ്യൂഷൻ വെൽഡിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെൽഡിങ്ങുകളാണ് അതെല്ലാം. ഇതിന്റെ എല്ലാം ആസ്പെക്റ്റിൽ ഫില്ലർ മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്നാൽ ഓട്ടോജിനസ് വെൽഡിംഗ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിൽ ഫില്ലർ മെറ്റൽ ഉപയോഗിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഫ്രിക്ഷൻ വെൽഡിംഗ്, ഫോർജ് വെൽഡിംഗ്, ഡിഫ്യൂഷൻ വെൽഡിംഗ്, ഈ സമയത്തൊന്നും ഫില്ലർ മെറ്റൽ അവിടെ എംപ്ലോയ് ചെയ്യുന്നില്ല. ഈ ഫ്യൂഷൻ വെൽഡിങ്ങിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഫില്ലർ മെറ്റൽ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്നാൽ മെജോറിറ്റി കേസിലും ഫ്യൂഷൻ വെൽഡിങ്ങിൽ ഫില്ലർ മെറ്റൽ എംപ്ലോയിഡ് ആണ്. അത് ഓർത്തിരിക്കുക, ഫ്യൂഷൻ വെൽഡിങ്ങിൽ ഫില്ലർ മെറ്റൽ എംപ്ലോയിഡ് ആണ്, സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിൽ ഫില്ലർ മെറ്റൽ എംപ്ലോയിഡ് അല്ല. Sir, excuse me. Screen on the. Excuse me, sir. പറഞ്ഞോളൂ. Hello. പറഞ്ഞോളൂ. ആ സ്ക്രീൻ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുമോ? സ്ലൈഡ് ഷോ ആക്കിയിട്ട് കാണിക്കാൻ പറ്റുമോ? ഫുൾ സ്ക്രീൻ ആക്കിയിട്ട്. ഇതിപ്പോ വിസിബിൾ അല്ല സ്ക്രീന്. ഒന്ന് മൊബൈലിൽ കയറുന്ന ഒന്ന് സൂം ചെയ്യൂ. അല്ലെങ്കിൽ മെജോറിറ്റി നിങ്ങൾ സിസ്റ്റം ഉപയോഗിച്ചാൽ അത്ര നന്നായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാനിത് എനിക്ക് ഈ ഇന്റർനെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് 2 ഡിവൈസ് വഴിയാണ് ഞാൻ കയറിയിരിക്കുന്നത്. അതാണ് ഇഷ്യൂ. നിങ്ങളെ മൊബൈലാണെങ്കിൽ സൂം ചെയ്യാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മറ്റുള്ളവർക്ക് കാണുന്നില്ലേ? കാണുന്നുണ്ട് സർ. സാറിന്റെ വോയിസ് ഇന്ററപ്റ്റഡ് ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? യെസ് സർ. എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ? ഇടയ്ക്ക് കട്ടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട് സാർ. അത് കുഴപ്പമില്ല. ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ കട്ടായുള്ളൂ. ഓക്കെ. കണ്ടിന്യൂ. അപ്പം ആർക്ക് വെൽഡിംഗ്. ഈ ആർക്ക് വെൽഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ നേരത്തെ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് കറണ്ട്. അപ്പൊ ഈ ആർക്ക് വെൽഡിങ്ങിൽ ഇനിഷ്യലി ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഇലക്ട്രോഡിനും വർക്ക് പീസിനും ഇടയിലുള്ള എയർ കോളം അയണൈസ് ചെയ്തൊരു പ്ലാസ്മ സ്റ്റേറ്റിലെത്തും. ആ പ്ലാസ്മ സ്റ്റേറ്റിൽ കൂടിയാണ് ശരിക്കും, ആ അയണൈസ്ഡ് കോളത്തിൽ കൂടിയാണ് ഈ ആർക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുക. അപ്പോ ഈ വെനെവർ നമ്മൾ ആദ്യമായി കൊണ്ടുവന്ന ഒരു ഇലക്ട്രോഡ് വർക്ക് പീസിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും ആ സ്പാർക്കിനെ
പിന്നീട് ഈ അയണൈസ്ഡ് കോളത്തിൽ കൂടി സസ്റ്റെയിൻ ചെയ്ത് നിർത്തി ബൈ മീൻസ് ഓഫ് ഓപ്പൺ സർക്യൂട്ട് കറണ്ട് ഈ വെൽഡിങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ബേസിക്കലി ഈ ആർക്ക് വെൽഡിങ്ങിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. അത് ഓൾറെഡി ആദ്യം തന്നെ ഞാൻ പറഞ്ഞു. ഇത് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഫിഗർ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് കൺസ്യൂമബിൾ ആൻഡ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് കാണിക്കുന്നുണ്ട്, പവർ സോഴ്സ് കാണിക്കുന്നുണ്ട്. പവർ സോഴ്സിന്റെ 1 എൻഡ് വർക്ക് പീസിലേക്കാണ്, അതർ എൻഡ് ഇലക്ട്രോഡിലേക്കാണ്, അതെല്ലാം കാണിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ആർക്കും, അതായത് ഇലക്ട്രോഡും വർക്ക് പീസും അതിന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കാണിക്കുന്നു. ഈ ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്താൽ, ആ ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ ഇറ്റ് നീഡ്സ് ഹയർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ലാർജർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലാർജർ എയർ കോളത്തിന് അല്ലെങ്കിൽ ഒരു അയനൈസ്ഡ് കോളത്തിന് ആർക്ക് വെൽഡിംഗ് സസ്റ്റെയിൻ ചെയ്യാൻ നിൽക്കത്തുള്ളൂ. ദിസ് ഇസ് എ തേർഡ് പോയിന്റ്, നോട്ട് ഇറ്റ്. ലാർജർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലാർജർ അയനൈസ്ഡ് കോളത്തിന് സസ്റ്റെയിൻ ചെയ്യാൻ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആയി പോകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് എനിക്ക് അടുത്തത് ഈ ഫിഗറുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, ഈ ശരിക്കും ഒരു ട്രാൻസ്ഫോമർ, basically 2 types of transformers are employed in welding. First one is constant current transformer and the second one is constant current transformer എന്ന് പറയുന്നത് മാനുവൽ ആയിട്ടുള്ള ആർക്ക് വെൽഡിംഗ് പ്രോസസ്സുകൾക്കാണ് യൂസ് ചെയ്യുക, മാനുവൽ. ബട്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഈസ് യൂസ് ഫോർ ഓട്ടോമാറ്റിക് or സെമി ഓട്ടോമാറ്റിക് വെൽഡിംഗ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കും. Is basically used for transformers, constant current and constant voltage. Constant current is used for manual arc welding, and the constant voltage used for automatic and semi-automatic welding. ഇനി ഈ എത്ര ടൈം ഈ ഒരു വെൽഡ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഒരു ട്രാൻസ്ഫോമർ ഓൺ ആക്കി എത്ര ഡ്യൂറേഷനാണ് ആ ട്രാൻസ്ഫോമർ വെൽഡിങ്ങിനായി എംപ്ലോയ് ചെയ്യുന്നത് ഉള്ളത് എന്നതിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂട്ടി സൈക്കിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്യുക. ഒരു ട്രാൻസ്ഫോമർ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡ്യൂറേഷൻ ഒരു വെൽഡിങ്ങിനായി ആ ട്രാൻസ്ഫോമർ എംപ്ലോയ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ ആർക്ക് വെൽഡിങ്ങിൽ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള, അതായത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ അതുപോലെ മെറ്റൽ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത ഇമ്പ്രൂവ് ചെയ്യണം. ആ സമയത്ത് ഈ അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് എലമെന്റുമായിട്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കാൻ നമ്മൾ ഈ ഏരിയ നമ്മൾ ഷീൽഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് ഫോം ചെയ്യുന്ന ഏരിയ നമ്മൾ ഷീൽഡ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് ആർക്ക് ഷീൽഡിങ്. ഇതാണ് ബേസിക്കലി നമ്മൾ ആർക്ക് ഷീൽഡിങ് എന്ന് വിളിക്കുന്നത്. എന്താണ് ആർക്ക് ഷീൽഡിങ്ങിൽ ബേസിക്കലി നമ്മൾ കണ്ടാമിനേഷൻസ് അല്ലെങ്കിൽ ഈ റിയാക്ഷൻ അവോയ്ഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഉപയോഗിക്കുന്ന ഗ്യാസസ്, ആർക്ക് ഷീൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഗ്യാസസ് ബേസിക്കലി ആർഗൺ, ഹീലിയം, കാർബൺ ഡയോക്സൈഡ് മുതലായവയാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ ഒരു നമ്പർ ഓഫ് ടൈമിലുള്ള ചോദ്യമാണ്, നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം ബേസിക്കലി ഈ ആർക്ക് ഷീൽഡിങ് ഗ്യാസസ് ഈ താഴെ പറയുന്നവയിൽ ഏതാണെന്നുള്ളതാണ് ഡിഫറെന്റ് ടൈം ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇനി ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഈ വർക്ക് പീസ് ഒരു പൊളാരിറ്റിയിലേക്കും അതുപോലെ തന്നെ ഇലക്ട്രോഡ് മറ്റൊരു പൊളാരിറ്റിയിലുമായിരിക്കും കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ഡി സി, ഇപ്പൊ പവർ സോഴ്സ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇറ്റ് ഈസ് എയ്തർ എ സി ഓർ ഡി സി പവർ സോഴ്സ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡി സി ആണെങ്കിൽ, സപ്പോസ് ഇറ്റ് ഈസ് ഡി സി വിത്ത് യുവർ ഇലക്ട്രോഡ് ഈസ് പോസിറ്റീവ് ആൻഡ് വർക്ക് പീസ് ഈസ് നെഗറ്റീവ്. കണ്ടീഷൻസ് ശരിയായിട്ട് കേൾക്കാൻ കുറിച്ച് ഡി സി സോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, വർക്ക് പീസ് പോസിറ്റീവ് ആണ്, സോറി വർക്ക് പീസ് നെഗറ്റീവ് ആണ്, ഇലക്ട്രോഡ് പോസിറ്റീവ് ആണ്. കരുതുക, കണ്ടീഷൻ നമ്പർ 1, നമ്മുടെ പവർ സോഴ്സ് ഡി സി ആണ്, നമ്മുടെ ഇലക്ട്രോഡ് പോസിറ്റീവ് പൊളാരിറ്റിയിലാണ്, വർക്ക് പീസ് നെഗറ്റീവ് പൊളാരിറ്റിയിലാണ്. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ജനറേഷന്റെ
2/3 ഇലക്ട്രോഡിലായിരിക്കും ആൻഡ് 1/3 വിൽ ബി ഓൺ വർക്ക് പീസ്. കണ്ടീഷൻ നോട്ട് ചെയ്യുക, ഞാനിവിടെ ഇതും കുറിച്ചിട്ടില്ല. അത് DC ആണ് പവർ സോഴ്സ്, ഇലക്ട്രോണിന്റെ പൊളാരിറ്റി പോസിറ്റീവ് ആണ്, വർക്ക് പീസിന്റെ പൊളാരിറ്റി നെഗറ്റീവ് ആണ്. ഈ ജനറേഷന്റെ 2/3 വിൽ ബി ഓൺ ഇലക്ട്രോഡ് ആൻഡ് 1/3 വിൽ ബി ഓൺ വർക്ക് പീസ്. ഇനി സെയിം കണ്ടീഷൻ, DC ആണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോഡിന്റെ പൊളാരിറ്റി നെഗറ്റീവ് ആണ്, എന്നാൽ വർക്ക് പീസിന്റെ പൊളാരിറ്റി പോസിറ്റീവ് ആണെന്ന് കരുതുക. അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൽ 1/3 വിൽ ബി ഓൺ ഇലക്ട്രോഡ് ആൻഡ് 2/3 വിൽ ബി ഓൺ വർക്ക് പീസ്. കണ്ടീഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. Going to next topic. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കും. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം. ഒരു ടേം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒരു ആർക്ക് ബ്ലോ എന്നൊരു ടേം ഉണ്ട്. പലപ്പോഴും എക്സാമിന് അത് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നത് ശരിക്കും നമുക്കിപ്പോ PSC ഇല്ല, മാച്ച് ദ ഫോളോയിങ് എന്നുള്ള നിലയിൽ PSC ഇല്ല, പക്ഷെ മറ്റ് പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒരു മാച്ച് ദ ഫോളോയിങ് ഇത് ഉൾപ്പെടുത്താറുണ്ട്. ഈ ആർക്ക് ബ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് പീസിന്റെ എഡ്ജസിൽ നമ്മൾ വെൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എഡ്ജസിലെ മാഗ്നറ്റിക് ലൈൻസിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ആ എൻഡിൽ നമ്മൾ വെൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനി എഡ്ജ്, അതായത് കണ്ടിന്യൂവേഷൻ ഇല്ലാത്ത ഏതെങ്കിലും എഡ്ജിൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രോഡ് ഈ മാഗ്നറ്റിക് ലൈൻസിന്റെ കോൺസെൻട്രേഷൻ കാരണം ഡിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഡിഫ്ലക്ട് ചെയ്യുന്ന ഫിനോമിനയാണ് ആർക്ക് ബ്ലോ എന്ന് വിളിക്കുന്നത്. പ്ലീസ് നോട്ട് ഇറ്റ്. ആർക്ക് ബ്ലോ എന്ന് പറഞ്ഞാൽ വർക്ക് പീസുകളുടെ എഡ്ജസിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ആർ മോർ ആൻഡ് വെൻ യു ആർ വെൽഡിംഗ് വിത്ത് അവർ ഇലക്ട്രോഡ്സ് ഇറ്റ് മേ ഡിഫ്ലക്ട്. ആ കണ്ടീഷനെയാണ് ശരിക്കും ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറിച്ച് വെക്കുക. നിങ്ങളുടെ കയ്യിൽ കടലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ച് വെക്കുക. ഏതൊക്കെയാണ് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന ആർക്ക് വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ്സ് വെൽഡ് ചെയ്യുന്ന സമയത്ത് എരിഞ്ഞു തീർന്ന് വർക്ക് പീസിന്റെ ഭാഗമായി മാറുന്ന ഏതൊക്കെ വെൽഡിങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ്. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് അല്ലെങ്കിൽ SMAW. സെക്കൻഡ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഹലോ പറഞ്ഞോളൂ. സർ, നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഈ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ രണ്ട് ഇതിൽ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ടെന്ന്? അപ്പോ അതിന്റെ റെലവൻസ് എന്താണ് സർ? നമ്മൾ അങ്ങനെ രണ്ട് മാറ്റി മാറ്റി കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരുമോ? ഇന്ററാക്ഷൻ അവസാനം പറയാം. തീരില്ല. ഇന്ററാക്ഷൻ അവസാനം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ചെയ്യാം. അല്ല, തീരില്ല. അപ്പോ ഇത് വളരെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം ഷീൽഡഡ് മെറ്റൽ ആർക്ക് വേണ്ടി എസ്പെഷ്യലി സെക്കൻഡ് വൺ ഈസ് അത് നന്നായിട്ട് GMAW എന്നായിരിക്കും ക്വസ്റ്റിനകത്ത് ഉണ്ടാവുക. GMAW അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് മിഗ് വെൽഡിംഗ് ആണ്, മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ്. അപ്പോ ഇത് കൺസ്യൂം ചെയ്യാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെൽഡിംഗ് റോഡ് വയറുകൾ പോലെയുള്ള വെൽഡിംഗ് റോഡാണ് മിഗ് വെൽഡിംഗ് ആയിട്ടുള്ളവർക്ക് അറിയും. അത് കൺസ്യൂം ചെയ്ത് വെൽഡിങ്ങിന്റെ ഭാഗമായി മാറുകയാണ്. ഇത്രയും ഈ താഴെ എഴുതിയിരിക്കുന്ന ഇത്രയും ആർക്ക് വെൽഡിങ്ങിൽ ഇലക്ട്രോഡ് വർക്ക് പീസിന്റെ ഭാഗമായി ജോയിൻ ചെയ്ത് പോവുകയാണ്. ഇത് കൺസ്യൂം ചെയ്യുക, ഇലക്ട്രോഡ് എരിഞ്ഞ് തീരുകയാണ്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു കറണ്ട് ക്യാരിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അവിടെ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. അത് കത്തി തീരുന്നില്ല. ഈ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ലാത്ത സിവിൽ ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഉത്സവാഘോഷമൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ കത്തിക്കുന്ന കമ്പിത്തിരി എന്ന് പറയുന്ന സാധനമുണ്ട്. അതാണ് ശരിക്കും പ്രോപ്പർലി ഒരു വെൽഡിംഗ് ഇലക്ട്രോഡ് അതുപോലെ തന്നെ ഇരിക്കും. ആ സാധനത്തെയാണ് ശരിക്കും നമ്മൾ ഈ ഇലക്ട്രോഡായിട്ട് വെൽഡിംഗ് റോഡായിട്ട് അല്ലെങ്കിൽ വെൽഡിംഗ് ഇലക്ട്രോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അത് കത്തിത്തീരുകയാണെങ്കിൽ അത് കൺസ്യൂമബിളായി മാറുന്നു. ഇല്ല. ഇത് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് GTAW എന്നായിരിക്കും പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസിന്റെ മറ്റൊരു പേരാണ് GTAW. ഇത്രയും വെൽഡിങ്ങുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോഡുകൾ, ആർക്ക് വെൽഡിങ്ങിന്റെ കേസിൽ ഇലക്ട്രോഡുകൾ നോൺ കൺസ്യൂമബിൾ ആയി മാറുന്നത് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാത്തത് ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യാം. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് ഞാൻ ഫിഗർ ആഡ് ചെയ്യാൻ വിട്ടുപോയി ശരിക്കും തോന്നുന്നു. ജസ്റ്റ് ശ്രദ്ധിക്കുക. ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ നമ്മുടെ ഈ വെൽഡ് ചെയ്യുന്ന റീജിയൻ ഒരു മോൾട്ടൺ വെൽഡ് പൂളിനകത്താണ്.
മോൾട്ടൺ വെൽഡ് ഒരു ഫ്ലെക്സിന്റെ ഒരു ബ്ലാങ്കറ്റ്, ഒരു പുതപ്പ് പോലത്തെ ഒരു ഫ്ലെക്സിന്റെ ബ്ലാങ്കറ്റിനകത്താണ് ഈ വെൽഡിങ് നടക്കുക. ബ്ലാങ്കറ്റ് ഓഫ് ഫ്ലെക്സ് ഈസ് യൂസിങ്. ഈ ഫ്ലെക്സ് സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ശരിക്കും ഗ്രാന്യൂൾസ് ടൈപ്പിൽ ഫ്ലെക്സ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഗ്രാന്യൂൾസ് ആയിട്ട് നേരത്തെ പറഞ്ഞ ഫ്ലെക്സ് ഡിഫറെന്റ് ഫോംസ് ഉപയോഗിക്കാറുണ്ട്, ലിക്വിഡ്, അതുപോലെ പൗഡർ, ഗ്രാന്യൂൾസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് വളരെ വലിയ വെൽഡുകൾ, ലോങ് റൺ വെൽഡുകൾ വെൽഡ് ചെയ്യാനായിട്ട് സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ് ഉപയോഗിക്കും. ബേസിക് ഫ്ലെക്സുകൾ കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ഫ്ലൂറൈഡ് ആണ് ബേസിക് ഫ്ലെക്സുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ എവിടെയാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ ഇത് ലാർജ് ബോയിലേഴ്സിന്റെ വെൽഡിങ്, പ്രഷർ വെസൽസ്, വലിയ ഡയമീറ്റർ ഉള്ള പൈപ്പുകളുടെ വെൽഡിങ്ങിലാണ് ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അതായത് ഈ വെൽഡ് പൂൾ ഒരു ബ്ലാങ്കറ്റിന്റെ അടിയിലായി, ആ വെൽഡ് പൂളിനകത്ത് തന്നെയാണ്, ഫോം ചെയ്യുന്ന വെൽഡ് പൂളിനകത്ത് തന്നെയാണ് വീണ്ടും വീണ്ടും വെൽഡിങ് നടക്കും. അതിന്റെ പുറമെ ഒരു ഫ്ലെക്സ് ബ്ലാങ്കറ്റ് ഉണ്ടായി. അതാണ് ശരിക്കും സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ് വെൽഡിങ്. എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ആർക്ക് വെൽഡിങ്ങിന് ശേഷമുള്ള ഒരു പോർഷൻ ആണ് റെസിസ്റ്റൻസ് വെൽഡിങ്. റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് റെസിസ്റ്റൻസ്, അതായത് ജൂൾ പറയുന്ന റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഹീറ്റാണ് ശരിക്കും റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ഈ മെറ്റൽ പീസിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് മൂലം ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഉപയോഗിച്ചിട്ട് വെൽഡിങ് നടക്കുന്നു. ഇവിടെ ഹീറ്റും പ്രഷറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ജൂൾസിലാണ് H=I²RT. നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള സാധനം, അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നത്. H=I²RT എന്ന പ്രിൻസിപ്പിളിലാണ് റെസിസ്റ്റൻസ് വെൽഡിങ് വർക്ക് ചെയ്യുന്നത്. സ്പോട്ട് വെൽഡിങ്. സ്പോട്ട് വെൽഡിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഫിഗറിനകത്ത് കാണാൻ പറ്റും, സൂം ചെയ്യുക. മുകളിലും താഴെയും രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ബേസിക്കലി in most cases we are using copper electrodes. സ്പോട്ട് വെൽഡിങ്ങിൽ മെജോറിറ്റി കേസിലും ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഈ വെൽഡ് ചെയ്യുമ്പോൾ രണ്ട് പൊളാരിറ്റിയിൽ നമ്മൾ കറണ്ട്, രണ്ട് സൈഡിലും കറണ്ട് രണ്ട് പൊളാരിറ്റിയിൽ രണ്ട് ഇലക്ട്രോഡിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. കറണ്ടിന്റെ ട്രാൻസ്ഫർ നടക്കുന്നു. ഇമ്പോർട്ടന്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ഏരിയയാണ് ആ വെൽഡ് നജറ്റ് എന്ന് കാണിച്ചിരിക്കുന്ന പോർഷൻ. അത് വെൽഡ് നജറ്റ് എന്ന് പറഞ്ഞാൽ ആ വെൽഡ് ഫോം ചെയ്യാൻ തുടങ്ങുന്ന ആ മോൾട്ടൺ ഫോമിലുള്ള സ്റ്റേജിനെയാണ് നമ്മൾ വെൽഡ് നജറ്റ് എന്ന് പറയുന്നത്. ഈ വെൽഡ് നജറ്റ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ടു മെറ്റൽ പീസ് ആണ്, ഇൻ ബിറ്റ്വീൻ ടു വർക്ക് പീസ് ആണ്. ഈ വർക്ക് പീസിന്റെ രണ്ടിനും ഇടയിലുള്ള ഇന്റർഫേസ്, ആ ഇന്റർഫേസിലായിരിക്കും ശരിക്കും എയർ കോണ്ടാക്ട് ഉള്ളത്. അവിടെയായിരിക്കും ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഉണ്ടാവുക. ഇന്റർഫേസ് ബിറ്റ്വീൻ ദ വർക്ക് പീസ് ആണ് സ്പോട്ട് വെൽഡിങ്ങിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന സ്ഥലം. ഇനി മനസ്സിലാക്കേണ്ടത് എത്ര ഹീറ്റ് സോൺസ് അല്ലെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന എത്ര സോണുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്, ഈ സ്പോട്ട് വെൽഡിങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ശരിക്കും 5 സോണുകളാണ്, അല്ലെങ്കിൽ 5 രണ്ട് ഇലക്ട്രോഡും വർക്ക് പീസുമായി കോണ്ടാക്ട് ഉള്ള സ്ഥലം, അവിടെ ഹീറ്റ് ജനറേഷൻ ഉണ്ട്. അപ്പൊ രണ്ട് ഏരിയ ഉണ്ട്, രണ്ട് വർക്ക് പീസുമായി, രണ്ട് ഇലക്ട്രോഡ് വർക്ക് പീസുമായി മീറ്റ് ചെയ്യുന്ന രണ്ട് പോർഷൻ, ഒന്ന് ഇന്റർഫേസ്. ഇനി ആ രണ്ട് വർക്ക് പീസുകൾ തമ്മിൽ കോണ്ടാക്ട് വരുന്ന ആ രണ്ട് വർക്ക് പീസ്, ഇങ്ങനെ 5 ഹീറ്റ് സോൺസ് ആണ് ശരിക്കും ഒരു സ്പോട്ട് വെൽഡിങ്ങിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന പോർഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും സ്പോട്ട് വെൽഡിങ്. ഈ സ്പോട്ട് വെൽഡിങ്ങിൽ ശരിക്കും കോപ്പർ ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോപ്പർ മെറ്റീരിയൽസിനെ വെൽഡ് ചെയ്യുക സ്പോട്ട് വെൽഡിങ്ങിൽ വളരെ ഡിഫിക്കൽട്ടാണ്. യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് അത് തന്നെയാണ്. കാര്യം ഈ കോപ്പറിന്റെ ഒരു പ്രത്യേകം നമുക്കറിയാം, ഭയങ്കരമായിട്ടുള്ള റെസിസ്റ്റൻസ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോഡ് ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ട് ഫ്യൂസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടത്തില്ല. ഒരു കോപ്പർ മെറ്റീരിയൽ ഇതിനിടയിൽ വെച്ച് വീണ്ടും വെൽഡ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പൊ കോപ്പറിനെ വെൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും വളരെ ഡിഫിക്കൽട്ടാണ് സ്പോട്ട് വെൽഡിങ്. ഇനി ഇത് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും റെഫ്രിജറേറ്റർ ബോഡീസ് പോലെയുള്ള വെൽഡിങ്ങിലാണ് ഏറ്റവും വൈഡായിട്ട് ഈ സ്പോട്ട് വെൽഡിങ് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ടൈം സൈക്കിളാണ്.
അപ്പോൾ എന്താണ് ശരിക്കും ഈ ടൈം സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫ്യൂസ് ടൈം, വെൽഡ് ടൈം, ഹോൾഡ് ടൈം ആൻഡ് ഓഫ് ടൈം. ഈ 4 ഓഫ് ടൈം കണക്കാക്കണ്ട, അതിനകത്ത് വരുന്നില്ല. ഫ്യൂസ് ടൈം, വെൽഡ് ടൈം ആൻഡ് ഹോൾഡ് ടൈം, ഇതാണ് ശരിക്കും ഒരു റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ടൈം സൈക്കിൾ എന്ന് പറയുന്നത്. ഫ്യൂസ് ടൈം എന്ന് പറഞ്ഞാൽ ദ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോഡ് ഫോഴ്സ് ഓൺ ദ വർക്ക് ആൻഡ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദ കറണ്ട്. ഞാൻ കൂടുതൽ നിങ്ങളെ വിശദമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, മലയാളീകരിക്കേണ്ട കാര്യമില്ല. ഈ വെൽഡ് ടൈം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. ടൈം ഡ്യൂറിംഗ് വിച്ച് ദ വെൽഡിംഗ് കറണ്ട് ഈസ് അപ്ലൈഡ് ടു ദ മെറ്റൽ ഷീറ്റ്. ഈ വെൽഡ് ചെയ്ത ശേഷം, ഫ്യൂസ് ടൈം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡിലേക്ക്, അതായത് ഇന്റർവൽ ബിറ്റ്വീൻ ഇലക്ട്രോഡ് ഫോഴ്സും കറണ്ട് ആപ്ലിക്കേഷൻ തമ്മിലുള്ള ആ ടൈം ഡിലേ, ആ ടൈം ഇന്റർവെല്ലാണ് ശരിക്കും ഫ്യൂസ് ടൈം എന്ന് പറയുന്നത്. വെൽഡ് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും വെൽഡ് ചെയ്യാനെടുക്കുന്ന ആ ടൈം ഡ്യൂറിംഗ് വിച്ച് ദ വെൽഡിംഗ് കറണ്ട് ഈസ് അപ്ലൈഡ് ടു മെറ്റൽ ഷീറ്റ്, അത് ശരിക്കും വെൽഡ് ടൈം. ഹോൾ ടൈം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കൂൾ ഓഫ് ടൈം ആണ്. ശരിക്കും വെൽഡ് ചെയ്തതിനു ശേഷവും ഇതിന് പ്രഷർ ആവശ്യമായിട്ടുണ്ട്. ആ എത്ര സമയം കൂടി നമ്മൾ ആ ഇലക്ട്രോഡ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് ഹോൾഡ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇത് 3 എണ്ണമാണ് ഈ ടൈം സൈക്കിളിന്റെ പരിധിയിൽ വരുന്നത്. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, ഇപ്പൊ സ്പോട്ട് വെൽഡിംഗ് ഞാൻ പറഞ്ഞു. ഇനി സെക്കൻഡ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് സീം വെൽഡിംഗ് ആണ്. സീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റിച്ച്, ഒരു കണ്ടിന്യൂസ് സ്റ്റിച്ച് ആണ് ഈ സീം വെൽഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സീം വെൽഡിങ്ങിൽ ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് വീൽസ് ആയിരിക്കും. ഇതുപോലെയുള്ള റൊട്ടേറ്റിംഗ് വീൽസ് ആയിരിക്കും സീം വെൽഡിങ്ങിലെ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഇത് കറണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും, അതോടൊപ്പം പ്രഷർ കൊടുക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന യെല്ലോ ലെറ്റേഴ്സ് നിങ്ങൾ നോക്കുക. ഇറ്റ് ഈസ് ബേസിക്കലി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ലീക്ക് പ്രൂഫ് ജോയിന്റ്, അല്ലെങ്കിൽ എയർ ടൈറ്റ് ജോയിന്റ്, അല്ലെങ്കിൽ ലീക്ക് പ്രൂഫ് ജോയിന്റ് പ്രൊവൈഡ് ചെയ്യാനാണ് ശരിക്കും ഈ റെസിസ്റ്റൻസ് സീം വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്. ഇത് എവിടേക്കാണ് ഈ ലീക്ക് പ്രൂഫ് ജോയിന്റ് വേണ്ടതെന്നുള്ള കോമൺ സെൻസ് ആണ് അതിന്റെ ആപ്ലിക്കേഷൻ. ഓട്ടോമൊബൈൽ മഫ്ലേഴ്സ്, ഗ്യാസ്ലിൻ ടാങ്ക്, മാത്രമല്ല ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പം ഇതാണ് ശരിക്കും സീം വെൽഡ്. ഇതിനകത്ത് ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സ്റ്റിച്ച് വെൽഡിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലീക്ക് പ്രൂഫ് ജോയിന്റ് ഫോർമേഷൻ. ഇനി പ്രൊജക്ഷൻ വെൽഡിംഗ്. ഈ പ്രൊജക്ഷൻ വെൽഡിങ്ങിൽ 2 ഷീറ്റുകൾ, ഈ ഷീറ്റുകൾക്ക് വെൽഡ് ചെയ്യാൻ ഇൻഡന്റേഷൻ, എംബോസിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ വെച്ചിട്ട് ഈ എഡ്ജുകൾ റേസ് ചെയ്യും. ഞാൻ ഫിഗർ കാണിക്കാം. ശരിക്കും 2 ഫ്ലാറ്റ് ഷീറ്റുകളാണെങ്കിൽ ഈ ഫ്ലാറ്റ് ഷീറ്റുകളിൽ നമ്മൾ 2 ഇൻഡന്റേഷൻ അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും ബൈ യൂസിങ് എംബോസ്. എഡ്ജുകൾ റേസ് ചെയ്യും. ഈ എഡ്ജുകൾ റേസ് ചെയ്തിട്ട്, ഇത് റേസ് ചെയ്യുമ്പോൾ 2 ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിഗറിനകത്ത്. ലെഫ്റ്റ് സൈഡിലെ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഷീറ്റുകളുണ്ട്, മുകളിലത്തും താഴത്തെ. ഇതിനകത്ത് ഏത് ഷീറ്റിൽ നമ്മൾ ഈ പ്രൊജക്ഷൻ കൊടുക്കും അല്ലെങ്കിൽ എംബോസിംഗ് വെച്ചിട്ട് ഈ എഡ്ജുകൾ റേസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇതിൽ തിക്കർ ആയിട്ടുള്ള ഷീറ്റ് ഏതാണ്? ആ തിക്കർ ആയിട്ടുള്ള ഷീറ്റിൽ എഡ്ജുകൾ റേസ് ചെയ്തിട്ട് നമ്മൾ വെൽഡ് ചെയ്യും. ഈ എഡ്ജുകൾ കൂടുതൽ റേസ് ചെയ്യുമ്പോൾ കൂടുതൽ ആ പോയിന്റിൽ നമുക്ക് സ്റ്റിച്ച് വേണം അല്ലെങ്കിൽ വെൽഡ് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ശരിക്കും ഈ എംബോസിംഗ് ഓപ്പറേഷൻ വഴി പ്രൊജക്ഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അത് ഓർത്തിരിക്കുക. ഈ പ്രൊജക്ഷൻ വെൽഡിങ്ങിൽ എഡ്ജുകൾ റേസ് ചെയ്യുന്നു, എംബോസിംഗ് ഓപ്പറേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ലോക്കലൈസ്ഡ് ആയിട്ട് നമുക്ക് വെൽഡ് കൊടുക്കാൻ പറ്റും. ഒരു 10 മീറ്റർ നീളമുള്ള ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഏതൊക്കെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ നമുക്ക് വെൽഡ് ഫോം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ പ്രൊജക്ഷൻ വെൽഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. ഇനി ഫ്ലാഷ് വെൽഡിംഗ് ഉണ്ട്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അത് വലിയ കാര്യമായി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വലിയ കാര്യമില്ലാത്ത കാര്യമാണ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഓക്സി അസറ്റ്ലീൻ വെൽഡിംഗ്, അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിങ്ങിന്റെ കെമിക്കൽ വെൽഡിങ്ങിന്റെ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഓക്സി അസറ്റ്ലീൻ വെൽഡിംഗ്. ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള, എസ്പെഷ്യലി മെക്കാനിക്കലിലെ കോർ സിലബസുകളിലൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഈ ഓക്സി അസറ്റ്ലീൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്സിജനും അസറ്റ്ലീനുമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പേപ്പർ ആണെങ്കിൽ എഴുതി വെക്കുക, അസറ്റ്ലീൻ ഈസ് C2H2 ആൻഡ് ഓക്സിജൻ ഈസ് O2. ഓക്സിജനും അസറ്റ്ലീനുമാണ് ശരിക്കും ഗ്യാസസ് ആയിട്ട് ഇവിടെ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഓക്സി ഫ്യൂവൽ കട്ടിങ്ങുകൾ ഒരുപാടുണ്ട്. അതിനകത്ത് ഇപ്പം ഓക്സി അസറ്റ്ലീൻ വെൽഡിംഗ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന സിലിണ്ടറിന്റെ നിറം എന്താണ്? ബേസിക്കലി
പലപ്പോഴും എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളത്. ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന സിലിണ്ടറിന്റെ നിറം എപ്പോഴും ബ്ലാക്ക് ഇൻ കളർ ആയിരിക്കും, നിങ്ങൾക്ക് അറിയായിരിക്കും. ബേസിക്കലി അറൌണ്ട് 120 to 150 ബാർ പ്രഷർ ആയിരിക്കും ആ സിലിണ്ടറിനകത്ത് ഓക്സി അസറ്റിൻ വെൽഡിങ്ങിൽ സ്റ്റോർ ചെയ്യുന്ന സിലിണ്ടറിന്റെ പ്രഷർ. 120 to 150 വ്യത്യാസം വരില്ല, പ്രോപ്പറായിട്ട് എന്ന് പറയാനൊക്കില്ല. 120 to 150. ഇനി അസറ്റിൻ സ്റ്റോർ ചെയ്യുന്ന സിലിണ്ടറിന്റെ കളർ മെറൂൺ നിറത്തിലായിരിക്കും. അതൊരു 12 to 15 ബാർ ആയിരിക്കും ആ സിലിണ്ടറിന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഇത് ഇവിടെ ശരിക്കും നമ്മൾ ഇലക്ട്രോഡ് പറയുന്നതിനേക്കാൾ ഉപരി ഇവിടെ വെൽഡിംഗ് ടോർച്ചാണ്, ഇവിടെ ഗ്യാസ് ഫ്ലെയിം ആണ് ശരിക്കും ഈ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നത്, ഗ്യാസ് ഫ്ലെയിം. അപ്പൊ ഈ ഗ്യാസ് ഫ്ലെയിം ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാസ് ഫ്ലെയിം ഉപയോഗിച്ച് ഈ മെറ്റൽ പീസിന്റെ ജോയിൻ ചെയ്യേണ്ട പോർഷൻ മെൽറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫില്ലർ മെറ്റൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫില്ലർ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ ഫില്ലർ മെറ്റൽസ് എംപ്ലോയ് ചെയ്യാറുണ്ട്. ഓപ്പൺ നമ്മൾ ഫ്ലക്സും യൂസ് ചെയ്യാം. ഇതാണ് ശരിക്കും ഇതിന്റെ ഒരു ഫിഗർ. ഇതാണ് മിക്സർ ഓഫ് C2H2 ആൻഡ് O2. അത് ഒരു വെൽഡിംഗ് ടോർച്ചിൽ കൂടി കടത്തി വിടുന്നു. ആ വെൽഡിംഗ് ടോർച്ചിന്റെ അറ്റത്താണ് അത് ഫ്ലെയിം ആയിട്ട് മാറി വർക്ക് പീസിലേക്ക് അല്ലെങ്കിൽ ബേസ് മെറ്റലിലേക്ക് എത്തുന്നു. C2H2 + O2. ഇനി ഈ ടോർച്ചിൽ കൂടി വരുന്ന ഫ്ലെയിം 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലെയിംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ന്യൂട്രൽ ഫ്ലെയിം, സെക്കൻഡ് വൺ ഈസ് ഓക്സിഡൈസിങ് ഫ്ലെയിം, തേർഡ് വൺ ഈസ് കാർബറൈസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം. ന്യൂട്രൽ ഫ്ലെയിം നിങ്ങൾക്കറിയാം, പ്രപ്പോർഷൻ ഓഫ് അസറ്റ്ലീൻ ആൻഡ് ഓക്സിജൻ സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് ന്യൂട്രൽ ഫ്ലെയിം എന്ന് വിളിക്കാം. എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട് ന്യൂട്രൽ ഫ്ലെയിമിന്റെ പ്രപ്പോർഷൻ എത്രയാണ്, 1:1, 2:1. നമുക്കത് ആർക്കും എഴുതാൻ പറ്റുന്ന കോമൺ സെൻസ് ആൻസർ. പക്ഷെ അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാസ്റ്റ് അയൺ, അലൂമിനിയം പോലെയുള്ള മെറ്റൽസ് വെൽഡ് ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരു ചോദ്യം ഞാൻ പറയാം. n നമ്പർ ഓഫ് ടൈംസ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഈ ഗ്രേ കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെൽഡിംഗ് ടെക്നിക്ക് എന്താണ്? ഓക്സി അസറ്റ്ലീൻ ഉണ്ടെങ്കിൽ നമ്പർ 1 ആൻസർ ഈസ് ഓക്സി അസറ്റ്ലീൻ, അല്ലെങ്കിൽ ഓക്സി ഗ്യാസ് വെൽഡിംഗ് അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിംഗ് ഉണ്ടെങ്കിൽ അതാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ ഓപ്ഷനിൽ മിഗ് വെൽഡിംഗ് ഉണ്ട്, ഓക്സി അസറ്റ്ലീൻ വെൽഡിംഗ് ഉണ്ട്, ഗ്യാസ് വെൽഡിംഗ് ഉണ്ട് എന്ന് കരുതുക. PSCയുടെ ആൻസർ പലപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ട്, റിജക്റ്റഡ് ആണ്, ചലഞ്ച് ആൻഡ് റിജക്റ്റഡ്. ഗ്യാസ് വെൽഡിംഗ് ആണ് പ്രോപ്പർലി ഗ്രേ കാസ്റ്റൈൻ. ഗ്രേ കാസ്റ്റൈനിലെ കാർബണിന്റെ അളവ് കുറവായിരിക്കും ശരിക്കും. അതുകൊണ്ട് തന്നെ മിഗ് വെൽഡിംഗ് പോലുള്ള വെൽഡിങ്ങുകൾ ഉപയോഗിച്ച് അത് വെൽഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ PSC മിഗ് വെൽഡിങ്ങും അതുപോലെ ഓക്സി അസറ്റ്ലീൻ വെൽഡിംഗ് ഒക്കെ ഒരുമിച്ചൊരു കോമ്പിനേഷനിൽ ആൻസർ ഓപ്ഷൻസിനകത്ത് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് റിജക്റ്റഡ് ആണ്. ഒരു മാർക്ക് കിട്ടിയെന്ന് കൂട്ടി വെക്കേണ്ട കാര്യമില്ല, അത് റിജക്റ്റ് ആണ്. പക്ഷേ ഗ്രേ കാസ്റ്റൈൻ വെൽഡ് ചെയ്യാൻ മോസ്റ്റ് കേസിൽ നമ്മൾ ഗ്യാസ് വെൽഡിംഗ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഓക്സിഡൈസിങ് ഫ്ലെയിം എന്താണെന്നുള്ളതാണ്. ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ ഈ പ്രപ്പോർഷൻ 1:1 പ്രപ്പോർഷൻ ആണെങ്കിൽ 1:1 പ്രോപ്പർലി 1:1 തന്നെ ആവണമെന്നില്ല, സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും. എന്നാൽ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രപ്പോർഷൻ അസറ്റ്ലീനേക്കാൾ കൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് യൂസ് ചെയ്യുന്നത് കോപ്പർ, ബ്രോൺസ്, സിങ്ക് അലോയ്സ് വെൽഡ് ചെയ്യാനാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഈ ചോദ്യങ്ങൾ ടഫാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ എങ്കിൽ അതിനകത്ത് എന്താണ് പ്രപ്പോർഷൻ എന്നായിരിക്കത്തില്ല, എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷനിലേക്കായിരിക്കും പോകും. ന്യൂട്രൽ ഫ്ലെയിം കാസ്റ്റ് അയൺ, അലൂമിനിയം തുടങ്ങിയവയാണ്. ഓക്സിഡൈസിങ് ഫ്ലെയിം കോപ്പർ, ബ്രോൺസ്, സിങ്ക് അലോയ് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കും. ഇനി റെഡ്യൂസിങ് ഫ്ലെയിം അല്ലെങ്കിൽ കാർബറൈസിങ് ഫ്ലെയിം, അതിനകത്ത് അസറ്റ്ലീനിന്റെ പ്രപ്പോർഷൻ ആയിരിക്കും കൂടുതൽ. ഇത് എന്തിനെ വെൽഡ് ചെയ്യാനാണെന്ന് വെച്ചാൽ നിക്കൽ ആൻഡ് കാർബൺ സ്റ്റീൽ. ഈ കാർബൺ സ്റ്റീൽ എന്ന് ആൻസർ ചോദിക്കുക ലോ കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ എന്നായിരിക്കും. വാട്ട് എവർ ഈ കാർബറൈസിങ് ഫ്ലെയിം ആണ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി ഫ്ലെയിം നിങ്ങൾക്ക് സൂം ചെയ്തോളൂ, ഒന്ന് സൂം ചെയ്ത് നോക്കോളൂ. 3 ഫ്ലെയിം നിങ്ങൾ സൂം ചെയ്ത് നോക്കൂ. ഈ 3 ഫ്ലെയിമിൽ റൈറ്റ് എൻഡ് ഓൺ ഓക്സിഡൈസിങ് ഫ്ലെയിം, നിങ്ങൾ ഓക്സിഡൈസിങ് ഫ്ലെയിം ആൻഡ് ന്യൂട്രൽ ഫ്ലെയിം നോക്കുക. അവിടെ ആ 2 കേസിലും, അതായത് ഓക്സിഡൈസിങ്ങിലും ന്യൂട്രലിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ 2 കോൺസ് ആണുള്ളത്. ന്യൂട്രൽ ആൻഡ് ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ 2 കോൺ, രണ്ടിലും ഔട്ടർ കോൺ, ബ്ലൂയിഷ് ഔട്ടർ കോൺ ഉണ്ട്, 2 ഇന്നർ കോൺ ഉണ്ട്. ഓക്സിജന്റെ അളവ് കൂടി നിൽക്കുന്ന ഓക്സിഡൈസിങ് ഫ്ലെയിമിലാണ് ടെമ്പറേച്ചർ കൂടുതൽ ഫോർ ഇന്നർ കോൺ. 3300 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓക്സിഡൈസിങ് ഫ്ലെയിമിലെ ഇന്നർ കോണിന്റെ മാക്സിമം ടെമ്പറേച്ചർ വന്നിരിക്കുന്നത്. ന്യൂട്രൽ ഫ്ലെയിമിൽ അത് അല്പം കുറവാണ്, അറൗണ്ട് 3100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ കാർബറൈസിങ് ഫ്ലെയിമിന് നിങ്ങൾ നോക്കൂ, എത്ര കോൺസ് ഉണ്ടെന്ന് നോക്കൂ. 3 കോൺ ഉണ്ട്. ഒരു ഇന്റർമീഡിയറ്റ് റെഡിഷ് കോൺ കൂടി
നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലെയിം, ഒരു റെഡ് ഫ്ലെയിം മിഡിലുണ്ട്. അപ്പൊ 3 കോൺസ് ഉണ്ട് കാർബറൈസിങ് ഫ്ലെയിമിൽ. അതില് ഇന്നർ വൈറ്റിഷ് കോണിൻ്റെത് -2900 ഡിഗ്രി സെൽഷ്യസ്. ഈ കൂട്ടത്തില് ഇന്നർ കോണിന് ഏറ്റവും ടെമ്പറേച്ചർ കുറഞ്ഞതായിട്ട് കാണിക്കുന്നത് കാർബറൈസിങ് ഫ്ലെയിമിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സിമ്പിൾ ഇൻഫറൻസ് നിങ്ങൾക്ക് ഇത് മൂന്നും. ഇത് പലപ്പോഴും എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. എത്ര കോണുകളുണ്ട് എന്നുള്ളത്, ഇന്റർമീഡിയറ്റ് കോണുള്ളത് ആർക്കാണെന്നും ഒക്കെ പരീക്ഷയ്ക്ക് പലതവണ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. ഇനി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് വെൽഡിങ് ആൻഡ് റൈറ്റ് ഹാൻഡ് വെൽഡിങ്? ഗ്യാസ് വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓക്സിയസെറ്റിൻ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാനുള്ളതാണ്. ഇത് ശരിക്കും ഒരു ഫിഗർ കാണിക്കേണ്ടതായിരുന്നു. ഞാൻ ടൈം ലിമിറ്റ് കൊണ്ട് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കണമെന്നുള്ള ഇന്നലെ രാത്രിയാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഫിഗറിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയില്ല. സോറി ഫോർ ദാറ്റ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ലെഫ്റ്റ് ഹാൻഡ്, നിങ്ങൾ ജസ്റ്റ് ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രണ്ട് കേസിലും ലെഫ്റ്റ് ഹാൻഡ് വെൽഡിംഗ് അല്ലെങ്കിൽ ഫോർവേഡ് വെൽഡിംഗ്, റൈറ്റ് ഹാൻഡ് വെൽഡിംഗ് ഓർ ബാക്ക്വേർഡ് വെൽഡിംഗ്, ഈ രണ്ട് കേസിലും വെൽഡിംഗ് ടോർച്ച് എന്ന് പറഞ്ഞാൽ അസറ്റ്ലീനും ഓക്സിജനും വന്നു ചേരുന്ന ആ ടോർച്ചാണ്. അത് രണ്ട് കേസിലും റൈറ്റ് ഹാൻഡിലായിരിക്കും. വെൽഡ് ചെയ്യുന്ന വെൽഡിംഗ് റോഡ് അല്ലെങ്കിൽ നമ്മുടെ ഫില്ലർ റോഡ്, വെൽഡിംഗ് റോഡ് അല്ലെങ്കിൽ ഫില്ലർ റോഡ് വാട്ടവർ, അത് ലെഫ്റ്റ് ഹാൻഡിലുമായിരിക്കും. അവിടെ വ്യത്യാസമില്ല. ഇനി വെൽഡിംഗ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. വെൽഡിംഗ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ, നമ്മൾ മനസ്സിലാക്കാൻ, നമ്മുടെ ഇതൊരു വെർട്ടിക്കൽ കേസ് അല്ല ഞാൻ പറയുന്നത്, ഒരു ഹൊറിസോണ്ടൽ കേസിലാണ്. ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ടുള്ള 2 മെറ്റൽ പീസുകൾ, നിങ്ങളുടെ മുമ്പിലുള്ള മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന 2 മെറ്റൽ പീസുകൾ, അതിനെപ്പറ്റിയാണ് ഈ പറയുന്നത്. അല്ല വെർട്ടിക്കലായിട്ട് നിർത്തുന്നതോ ഇൻക്ലൈൻഡായിട്ട് നിർത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ വെൽഡിങ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള വർക്ക് പീസ് റൈറ്റ് ഹാൻഡ് എൻഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് എൻഡിലേക്കാണ് നിങ്ങൾ വെൽഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ലെഫ്റ്റ് ഹാൻഡ് വെൽഡിംഗ് ഓർ ഫോർവേഡ് വെൽഡിംഗ്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ, സ്റ്റാർട്ടിങ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ഗോയിങ് ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ അത് റൈറ്റ് ഹാൻഡ് വെൽഡിംഗ്, ഗോയിങ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് വെൽഡിംഗ്. അത്രയും ഓർത്തിരുന്നാൽ മതി. പിന്നെ അത് ടോർച്ചും അതുപോലെ തന്നെ ഫില്ലർ അല്ലെങ്കിൽ ഇലക്ട്രോഡ് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കുറിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇതിന്റെ PPT റെക്കോർഡിങ്സ് ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലും അല്ലാതെ കിട്ടും. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് വെൽഡിംഗ് ആൻഡ് റൈറ്റ് ഹാൻഡ് വെൽഡിംഗ്. ഇത് പരീക്ഷയ്ക്കൊന്നും ചോദിച്ചിട്ടില്ല, ഇനി ചോദിച്ചുകൂടായില്ല. നെക്സ്റ്റ് ഈസ് തെർമിറ്റ് വെൽഡിംഗ്. ഞാൻ ഒരു കാര്യം വിട്ടു, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഓക്സിയസെറ്റിൻ വെൽഡിങ്ങിന്റെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, 1 മോൾ അസറ്റ്ലീന് വേണ്ടി, 1 മോൾ അസറ്റ്ലീന് വേണ്ടി കംപ്ലീറ്റ് കമ്പസ്റ്റന് ഫോർ 1 മോൾ ഓഫ് അസറ്റ്ലീൻ എത്ര മോൾ ഓക്സിജൻ ആവശ്യമുണ്ടെന്ന് പലപ്പോഴും എക്സാമിനേഷൻ ചോദിച്ചു. ഫോർ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഫോർ 1 മോൾ ഓഫ് അസറ്റ്ലീൻ ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് എന്ന് ചോദിച്ചു. ബേസിക് കെമിസ്ട്രിയാണ്, അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു പേപ്പർ എടുക്കുക, അസറ്റ്ലീനിന്റെ കെമിക്കൽ ഫോർമുല C2H2 പ്ലസ് ഓക്സിജന്റെ O2. അപ്പം അസറ്റ്ലീൻ പ്ലസ് ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആണ്. ജസ്റ്റ് ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട. C2H2 പ്ലസ് O2 ഇസ് ഈക്വൽ ടു CO2 പ്ലസ് H2O. അതിനെ ഒന്ന് ബാലൻസ് ചെയ്യൂ. നിങ്ങളുടെ പേപ്പറിൽ ഒന്ന് ബാലൻസ് ചെയ്യും. ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യൂ. 1 മോൾ അസറ്റ്ലീന് എത്ര മോൾ ഓക്സിജൻ വേണം? ആരെങ്കിലും ഒന്ന് പറയും. 2 മോളാണോ? അല്ല, ഒന്നുകൂടെ നോക്കൂ. C2H2 പ്ലസ്, ആരെങ്കിലും ആൻസർ ചെയ്യൂ. C2H2 പ്ലസ് O2 ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. അതിനെ ജസ്റ്റ് ബാലൻസ് ചെയ്യൂ. അരമോളാണോ സാർ? ഞാൻ ഈ ഇക്വേഷൻ പറയാം. C2H2 പ്ലസ് O2 ഗീവ്സ് 2CO2 പ്ലസ് H2O എന്നാണ് ഇക്വേഷൻ ബാലൻസ് ആകുമ്പോൾ വരുന്നത്. 2CO2 പ്ലസ് H2O. അപ്പോൾ എത്ര ഓക്സിജൻ വേണ്ടി വരും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ? ഹോൾ നമ്പർ അല്ല, എത്ര വേണ്ടി വരും? C2H2 plus oxygen which gives 2CO2 plus 2.5.
2.5 ഇത് മറക്കരുത്. മേ ബി യു വിൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ടൈം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോൾ അസറ്റ്ലീനെ കംപ്ലീറ്റ് കമ്പഷന് വേണ്ടി 2.5 മോൾസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ആണ്. ഇതും ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ജസ്റ്റ് ഒരു കെമിക്കൽ ബാലൻസിങ് മാത്രമാണ്, വേറെ ഒരു കാര്യത്തിൽ നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി നെക്സ്റ്റ് വൺ ഈസ് തെർമിറ്റ് വെൽഡിങ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഫണ്ടമെന്റൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിക്കുന്ന, പക്ഷെ ഫസ്റ്റ് ഇയർ പഠിച്ച വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, ഓർമ്മയില്ല. ഈ തെർമിറ്റ് വെൽഡിങ് ശരിക്കും ഇതിന്റെ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് യൂസ് ചെയ്യുന്നത് റെയിൽവേ ട്രാക്ക് റിപ്പയറിങ്ങിനാണ്. നമ്മുടെ റെയിൽവേ ഐ സെക്ഷൻസ്, റെയിൽവേ ട്രാക്കുകളിലേക്ക് വെൽഡ് ജോയിൻ ചെയ്യാൻ, അതായത് അവിടുത്തെ വെൽഡിങ്ങിന് വേണ്ടിയാണ് ശരിക്കും ഈ തെർമിറ്റ് വെൽഡിങ് യൂസ് ചെയ്യുന്നത്. ഈ തെർമിറ്റ് എന്ന് പറഞ്ഞ മിക്സ്ചർ എന്താണെന്ന് അറിയാം? തെർമിറ്റ് എന്ന് പറഞ്ഞ മിക്സ്ചർ ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് അയൺ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം. ഇതൊരു ക്രൂസിബിളിനകത്തിട്ട് ചൂടാക്കി ഈ വെൽഡ് ചെയ്യേണ്ട പോർഷനിലേക്ക് നമ്മൾ പമ്പ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് തെർമിറ്റ് വെൽഡിങ് ചെയ്യുക. ഇപ്പോൾ റെയിൽവേയിലൊക്കെ ഉള്ളവർക്ക് JE ആയിട്ടൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇനി ഇതിനകത്ത് ശരിക്കും എത്ര ഡിഗ്രിയിൽ, അതാണ് ഏറ്റവും ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്ന ഒന്നാണ്. പ്ലാസ്മ ആർക്ക് വെൽഡിങ് കഴിഞ്ഞാൽ വളരെ ടെമ്പറേച്ചറിൽ വെൽഡിങ് നടക്കുന്ന ഒരു കേസാണ്. അറൗണ്ട് 2500 to 2800 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ തെർമിറ്റ് വെൽഡിങ് നടക്കുക. ഇനി ഇപ്പൊ എക്സാമിനേഷൻ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏത് പ്രപ്പോർഷനിലാണ് ഈ തെർമിറ്റ് മിശ്രിതം ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ അയൺ ഓക്സൈഡ് ഈസ് ടു അലൂമിനിയം. അയൺ ഓക്സൈഡ് 3 ആണെങ്കിൽ അലൂമിനിയം 1 ആയിരിക്കണം. 3 യൂണിറ്റ് ഓഫ് അയൺ ഓക്സൈഡ് ആണെങ്കിൽ 1 യൂണിറ്റ് ഓഫ് അലൂമിനിയം ആയിരിക്കണം. അയൺ ഓക്സൈഡ് ഈസ് ടു അലൂമിനിയം ദ പ്രപ്പോർഷൻ ഓഫ് 3:1 ആണ് ഈ തെർമിറ്റ് മിശ്രിതത്തിനകത്ത് ഉപയോഗിക്കുന്നത്. അതാണ് ശരിക്കും തെർമിറ്റ് വെൽഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെൽഡിങ് ഡിഫക്റ്റ്. ഇനി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മേഖലയാണ് ഈ വെൽഡിങ് ഡിഫക്റ്റ്. വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ വെൽഡിങ് ഡിഫക്റ്റുകൾ. കുറേയധികം നമുക്ക് നമ്പർ ഓഫ് വെൽഡിങ് ഡിഫക്റ്റുകളുണ്ട്. എന്നാലും എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ വെൽഡ് സ്പാറ്റർ. നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും വെൽഡ് സ്പാറ്റർ ഏറെക്കുറെ എന്താണെന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഈ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ചില വെൽഡ് മെറ്റീരിയലിന്റെ കുറച്ച് ഭാഗം ഈ മോൾട്ടൺ വെൽഡ് പൂളിനകത്തുനിന്നും ഈ ഉരുകിയ ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ചില മോളിക്യൂൾസ് അല്ലെങ്കിൽ ചില വെൽഡ് മെറ്റീരിയലിന്റെ കുറച്ച് പോർഷൻ ഈ വെൽഡിങ്ങിന്റെ ഫോഴ്സ് കാരണം നമ്മൾ അടുത്തേക്ക് അടുപ്പിക്കുന്ന ഇലക്ട്രോഡിന്റെ വെൽഡിങ് റോഡിന്റെ ഫോഴ്സ് കാരണം ചാടി പുറത്തേക്ക് പോകും. ചാടി പുറത്തേക്ക് പോയിട്ട് ഈ വെൽഡ് ചെയ്യുന്ന ഏരിയയുടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ വീണ് കിടക്കും. അതിനെയാണ് ശരിക്കും വെൽഡിങ് സ്പാറ്റർ അല്ലെങ്കിൽ വെൽഡ് സ്പാറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ റീസൺ ആണ് ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇതിന്റെ റീസൺ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. വെൽഡിങ്ങിന്റെ സ്പീഡ് കുറഞ്ഞാൽ ഒരു സ്കിൽഡ് വർക്കർക്ക് അറിയാം എത്ര സ്പീഡിലാണ് ഒരു വെൽഡിങ് കൃത്യമായി ചെയ്യേണ്ടത് ബേസ്ഡ് ഓൺ ദാറ്റ് മെറ്റീരിയൽ. അപ്പോൾ വെൽഡിങ്ങിന്റെ സ്പീഡ് കമ്പാരിറ്റീവ്ലി ലോ ആണെങ്കിൽ ഈ ഡിഫക്റ്റ് ഉണ്ടാവും, വെൽഡ് സ്പാറ്റർ ഉണ്ടാവാം. ഇതുപോലെ തന്നെ ഫോഴ്സ് കൂടിയത് കാരണം മോളിക്യൂൾസ് തെറിച്ച് പല സ്ഥലത്തൊക്കെ വീഴാം. ഇനി വെൽഡിങ്ങിന്റെ കറണ്ട്, ഹൈ വെൽഡിങ് കറണ്ട് ആണെങ്കിൽ ഇത് സംഭവിക്കാം. ഇനി ഇത് ആർക്ക് ബ്ലോ മൂലം സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ഈ എൻഡിൽ ചെല്ലുമ്പോൾ ഇതിന്റെ റിട്രാക്ഷൻ റോഡ് തിരിച്ചടിക്കുകയാണെങ്കിൽ ഇതുപോലെ തെറിച്ച് പല ഭാഗത്ത് വീഴാം. അപ്പൊ ഇതാണ് ഈ വെൽഡിങ് ഡിഫക്റ്റ്, വെൽഡ് സ്പാറ്റർ എന്ന് പറയുന്നത്. ശരിക്കും 3 കാരണങ്ങളാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, വെൽഡിങ് സ്പീഡ് കുറഞ്ഞാൽ ഇതുണ്ടാകാം, വെൽഡിങ് കറണ്ട് കൂടിയാൽ ഇതുണ്ടാകാം, ആർക്ക് ബ്ലോ മൂലവും ഇതുണ്ടാകും. നെക്സ്റ്റ് വൺ ഈസ് ഇൻകംപ്ലീറ്റ്. നിങ്ങൾക്ക് ആ ഫിഗർ മനസ്സിലാവും. ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ കോയലസൻസ് പൂർണ്ണമായി നടക്കുന്നില്ല. അല്ലെങ്കിൽ ഈ വെൽഡ് 2 മെറ്റലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ മെറ്റൽ, അതായത് നമ്മുടെ ഈ മോൾട്ടൺ മെറ്റൽ എവിടെയൊക്കെയാണ് ഉരുകി ചേരേണ്ടത് അവിടെ പൂർണ്ണമായി ഫ്യൂസ് ചെയ്ത് ചേരുന്നില്ല. അതിനെയാണ് ശരിക്കും ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ. ആ പേരിൽ തന്നെ പറയുന്നത് ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇത് ഫ്യൂസ് ചെയ്ത് അവിടെ ചേരേണ്ട ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇൻസഫിഷ്യന്റ് ഹീറ്റ്. അതിന്റെ ഒന്നാമത്തെ കാരണം ഹീറ്റ് പ്രോപ്പർ അല്ല. രണ്ടാമത് ഈ വെൽഡ് ചെയ്യുന്ന ആളിന്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ, നേരത്തെ നമ്മൾ ലോ വെൽഡിങ് സ്പീഡ് പറഞ്ഞാൽ ലോ വെൽഡിങ്, ഇവിടെ വെൽഡിങ് സ്പീഡ് കൂടിയാൽ ഇത് സംഭവിക്കാം. ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വെൽഡ് പോറോസിറ്റി. ഈ വെൽഡ് പോറോസിറ്റി എന്ന് പറഞ്ഞാൽ
വെൽഡിനകത്തേക്ക് ശരിക്കും പാർട്ടിക്കിൾസ്, എക്സ്റ്റേണൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഒക്കെ കയറി കൂടിയിരിക്കുന്നതിനെയാണ് ശരിക്കും വെൽഡ് പോറോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ വെൽഡ് പോറോസിറ്റി ഒഴിവാക്കാനായിട്ട് ശരിക്കും വെൽഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെ പ്രീ ഹീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പ്രീ ഹീറ്റിംഗ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫില്ലർ മെറ്റൽ പ്രോപ്പർ വിത്ത് ദ ബേസ് മെറ്റൽ അല്ലെങ്കിൽ വർക്ക് പീസുമായി പ്രോപ്പർ ആയിട്ടുള്ള ഫില്ലർ മെറ്റൽസ് യൂസ് ചെയ്യുക, പ്രോപ്പർ വെൽഡിംഗ് റോഡ് ചൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ശരിക്കും ഈ പോറോസിറ്റി ഒഴിവാക്കാൻ. ഈ പ്രീ ഹീറ്റ് ഞാനിപ്പോൾ പറഞ്ഞു, പ്രീ ഹീറ്റിംഗ് എന്നൊരു ടൈം പറഞ്ഞു. ഈ പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോറോസിറ്റി അതുപോലെ തന്നെ ഈ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ ഫിനോമിന റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കോൺട്രാക്ഷൻ കോൾഡ് ക്രാക്കിംഗ് എന്നൊരു ഫിനോമിന ഉണ്ട് എന്നത് പറഞ്ഞിട്ടില്ല. കോൾഡ് ക്രാക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പ്രീ ഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഇതുമായി ബന്ധപ്പെടുത്തി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അടുത്തത് നമുക്ക് ഇപ്പൊ 8:50 ഒരു 10 മിനിറ്റ്സ് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് ബേസിക്കലി എൻ്റെ ഒരു ഒപ്പീനിയൻ, മെക്കാനിക്കൽ കോറായിട്ടുള്ള ആളുകൾ ദയവായി പ്ലീസ് കീപ് സൈലൻസ്, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക. ജസ്റ്റ് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അല്ലാത്ത ആളുകൾ അവർ ആൻസർ പറയുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞു. ഞാൻ ജസ്റ്റ് നമുക്ക് പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഹൈ വെൽഡിംഗ് കറണ്ട് റിസൾട്ട്സ് ഇൻ ISR 2006 ISRയുടെ ചോദ്യമാണ്. എന്താണ് ഉത്തരം? ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഹൈ വെൽഡിംഗ് കറണ്ട് എന്താണ് റിസൾട്ട് ചെയ്യുന്നത്? വെൽഡ് സ്പാറ്റർ. ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, 2012 ISRO DRDO ക്വസ്റ്റ്യൻ ആണ്. വെൽഡ് സ്പാറ്റർ എന്താണ്? വെൽഡിംഗ് ഫ്ലെക്സ് ആണ്, ഇലക്ട്രോഡ് കോട്ടിംഗ് ആണ്, വെൽഡിംഗ് ഡിഫെക്ട് ആണ്, എന്താണ്? വെൽഡിംഗ് ഡിഫെക്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 ISRO 2013 ക്വസ്റ്റ്യൻ. എ പ്രൊജക്ഷൻ വെൽഡിംഗ് ഈസ് എ കണ്ടിന്യൂസ് സ്പോട്ട് വെൽഡിംഗ്, എ മൾട്ടി സ്പോട്ട് വെൽഡിംഗ്, ഫ്ലാഷ് വെൽഡിംഗ്. അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കൽ എഞ്ചിനീയർ 2016. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന പോസ്റ്റ് ഞാൻ പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചോദ്യമാണ്. പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ത് ടൈപ്പ് വെൽഡിംഗ് ആണ്? യെസ്, മൾട്ടി സ്പോട്ട് വെൽഡിംഗ്. ഫ്ലാഷ് വെൽഡിംഗ് അല്ല. ഫ്ലാഷ് വെൽഡിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞു. പ്രൊജക്ഷൻ വെൽഡിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എംബോസിംഗ്, അതായത് എഡ്ജുകൾ റേസ് ചെയ്ത് ലോക്കലൈസ്ഡ് ആയിട്ട് ഡിഫറന്റ് സ്പോട്ടിൽ വെൽഡ് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ മൾട്ടി സ്പോട്ട് വെൽഡിംഗ്. സംശയം ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 and 2015 ISR. Preheating before welding is done to avoid, to make steel softer, prevent distortion, prevent cold cracking. Cold cracking എന്താണ് ഞാൻ പറഞ്ഞു? ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ്. അപ്പൊ അത് ഒഴിവാക്കാൻ, അതായത് ആദ്യം നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറവായിരിക്കും. വെൽഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, പെട്ടെന്ന് തന്നെ ഇതിനെ വീണ്ടും കൂൾ ചെയ്യുന്നു. കൂൾ ചെയ്യുമ്പോൾ അതിനകത്ത് മാർട്ടിൻസൈറ്റ് പോലുള്ള ഫോർമേഷനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ, ആ ബ്രിട്ടിൽനെസ് ഒഴിവാക്കാനാണ് ശരിക്കും ഇത് പ്രീഹീറ്റ് ചെയ്യുന്നത്. പ്രിവെന്റ് കോൾഡ് ക്രാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ 2015 ചോദിച്ചിട്ടുണ്ട്. ലെക്ചർ ഇൻ പോളിടെക്നിക് മെക്കാനിക്കൽ എഞ്ചിനീയർ 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഓക്സിജൻ വെൽഡിംഗ് ഫോർ എ കംപ്ലീറ്റ് കംപ്രഷൻ വോളിയം ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ യൂണിറ്റ് വോളിയം ഓഫ് അസറ്റിംഗ്. 2.5. Which of the following is difficult to spot weld? VHSC teacher in automobiles 2016. പരീക്ഷ എഴുതിയവരുണ്ടാവും ഇതിനകത്ത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, കോപ്പർ, കോൾഡ് റോൾഡ് മൈൽഡ് സ്റ്റീൽ, ഹോട്ട് റോൾഡ് മൈൽഡ് സ്റ്റീൽ. കോപ്പർ. യെസ്, കോപ്പർ. ഞാൻ പറഞ്ഞു എന്താണ് കോപ്പർ വെൽഡ് ചെയ്യാൻ പറ്റാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞു. ഇലക്ട്രോഡ് കോപ്പർ. അത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അതെ. മെൽറ്റ് ചെയ്താൽ ഇത് ഫ്യൂസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല, അതിന്റെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി കാരണം. കോപ്പർ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ഈ ഇലക്ട്രോഡും ഇതും ഒരേപോലെ തന്നെ ആകുമ്പോൾ അതിനെ ഫ്യൂസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. പക്ഷെ സ്റ്റീല് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും.
കോപ്പർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഡസ് നോട്ട് യൂസ് കൺസ്യൂമബിൾ ഇലക്ട്രോൺ? ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റീവ് പുസ്തകം മാത്രം പഠിച്ച് പരിചയമുള്ളവരെ സംബന്ധിച്ച് ഇവരെ ഓപ്ഷൻസ് അവർക്ക് നയിക്കും. മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾ പഠിച്ച ഒരു ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് കാണുമ്പോൾ ആ ഓപ്ഷൻ തന്നെയാണ് ഇതെന്ന് ധരിച്ച് അതിലേക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ഡസ് നോട്ട് യൂസ് കൺസ്യൂമബിൾ ഇലക്ട്രോൺ. ഏതാണ് ഉത്തരം? GTAW, gas tungsten equal. യെസ്, ഗ്യാസ് ടങ്സ്റ്റൺ ആർബിൾഡിംഗ് ആണ് കൺസ്യൂം ചെയ്യാത്തത്. GMAW എന്താണ്? കൺസ്യൂമബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് 2014 അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കൽ ലാസ്റ്റ് ടൈം കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനേഷൻ ചോദ്യമാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 8. സ്പോട്ട് വെൽഡിംഗ് പ്രൊജക്ഷൻ ആർ അണ്ടർ ദ കാറ്റഗറി ഓഫ്? റെസിസ്റ്റൻസ് വെൽഡിംഗ്. റെസിസ്റ്റൻസ് വെൽഡിംഗ് ശരിയാണ്. പോളിടെക്നിക് 2014 ചോദ്യമാണ്. Number 9. The number of zones of heat generation in spot welding? 5. Thermit used in thermit welding is a mixture of? Polytechnic 2014. Aluminum and iron oxide. Question number 11. Temperature developed during thermit welding? ലെക്ചർ ഇൻ പോളിടെക്നിക് 2014. 3,500. 2,500. ഇത് ശരിക്കും ഇത് ചലഞ്ച് ചെയ്താൽ തള്ളിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞിട്ട് അറൌണ്ട് 2,500 to 2,800 ഡിഗ്രി സെൽഷ്യസ് ആണ് ബേസിക്കലി തെർമിറ്റ് വെൽഡിംഗിന്റെ ടെമ്പറേച്ചർ. പക്ഷേ 2,500 to 2,800 ആണ്. 2,500 മുതൽ 2,800 വരെ എന്നുള്ളതാണ് റേഞ്ച്. പലപ്പോഴും ടെക്സ്റ്റ് ബുക്കുകളിൽ റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. പക്ഷെ അതൊന്നും ഈ ആൻസർ ഒരു നല്ലൊരു അക്കാഡമിക്സ് ചലഞ്ച് ചെയ്താൽ 2,500 ഒക്കെ പോസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, അത് ബൈ ജേണൽസ് തെളിയിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും നിലനിൽക്കുന്ന ചോദ്യങ്ങളല്ല. പോളിടെക്നിക് 2014 2,500 എന്നുള്ള ഉത്തരം ശരിയായി കണക്കാക്കി മാർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല. ഇതുപോലുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കാനും പാടില്ല. Number 12. Which of the following welding method uses a pool of molten? വെൽഡിംഗ് ഒരു പൂൾ ഓഫ് മോൾട്ടൺ മെറ്റലിനകത്ത് പോളിടെക്നിക് 2014 ക്വസ്റ്റ്യൻ ആയിരുന്നു. വെൽഡിംഗ് സോൺ ഇൻ ദ ടിഗ് വെൽഡിംഗ് ഈസ് ഷീൽഡഡ് ബൈ? ആർക്ക് ഷീൽഡിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. The welding zone in the TIG welding is shielded by oxygen, carbon dioxide, hydrogen, helium. TIG welding ആരാണ്? ഹീലിയം. ശരി ഉത്തരവാ. ഹീലിയം ശരി. അത് ഈ പറയുന്ന ഒരു മെക്കാനിക്കലുകാരാണോ മറ്റുള്ളവരാണോ എന്ന് എനിക്കറിയേണ്ടത്. ആൻസർ പറയുന്നത് മെക്കാനിക്കലുകാരാണെങ്കിൽ നിങ്ങളെ കോറാണ്. മറ്റുള്ളവർ കൂടി ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു ചോദ്യത്തിനാണ് ചോദിക്കുന്നത്. Next question is grey cast and is welded with? Yes. Is an answer. Grey cast and is welded with? Polytechnic 2014. Grey cast and എന്തുകൊണ്ട് build ചെയ്യാൻ പറ്റും? ഗ്യാസ് വെൽഡിംഗ് കൊണ്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും, തർക്കമില്ല. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സി ഫ്യൂവൽ, ഏത് ഓക്സി ഫ്യൂവൽ കട്ട് അല്ലെങ്കിൽ ഓക്സി അസിറ്റിംഗ് കട്ടിങ് ഏത് വേണമെങ്കിലും ഗ്യാസിന്റെ പരിധിപ്പെടാം. ഗ്യാസ് വെൽഡിംഗ്, അപ്പം അതിനെയും പരിഗണിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശരിക്കും നിലനിൽക്കുന്ന ചോദ്യമല്ല, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഇതിനകത്ത് ഗ്യാസ് വെൽഡിംഗ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഗ്യാസ് വെൽഡിംഗ് എഴുതാം. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ നിലനിൽക്കുന്നതല്ല. എനിക്ക് തോന്നുന്നു ഇതിന് ഗ്യാസ് വെൽഡിങ്ങിന് പരീക്ഷയ്ക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ ആൻസർ നോക്കിയിട്ടില്ല. ഇത് നിലനിൽക്കുന്ന ചോദ്യമല്ല. ക്വസ്റ്റ്യൻ റിജക്ട്.
Question number 15. In electric arc welding, arc is created by. Kerala Water Transport Works Manager 2016 question. That's the answer. Continuous water. Electric arc welding എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? Continuous Arc water. is created by. ഞാൻ question number 15 ആണ് ചോദിക്കുന്നത്. Question number 15. Electric arc welding arc is created by. കറണ്ട് ആണ് ആൻസർ. നമ്മൾ പറഞ്ഞു ഇലക്ട്രോഡ് വഴി ട്രാൻസ്ഫർ കറണ്ട് ആണ്. വോൾട്ടേജ് എന്നോ ഫ്രീക്വൻസി എന്നോ ഒന്നും എഴുതരുത്. Question number 16. Seam welding is ഇൻസ്പെക്ടർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് 2016. സീം വെൽഡിംഗ് ഏത് ടൈപ്പ് വെൽഡിംഗ് ആണ്? കണ്ടിന്യൂസ് സ്പോട്ട്. കണ്ടിന്യൂസ് വെൽഡിംഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്പോട്ട് വെൽഡിംഗ്. നമ്പർ 17. The consumable electrode is used in ഏതാണ് കേൾക്കുന്നില്ല? consumable electrode use ചെയ്യുന്നത് മിഗ് വെൽഡിംഗ് കൺസ്യൂമബിളും ടിഗ് വെൽഡിംഗ് നോൺ കൺസ്യൂമബിളും ആണ്. തിരിഞ്ഞു പോകരുത്. മിഗ് എന്ന് പറയുന്ന സാധനം കൺസ്യൂം ചെയ്യും. അത് വയറുള്ള സാധനം കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ടിഗ് ഓൺലി കറണ്ട് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് അഗൈൻ ഗ്രേ കാസ്റ്റ് അയൺ ഈസ് ബെസ്റ്റ് വെൽഡഡ് ബൈ. EHSC റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് 2016. ക്ലിയർ ആൻസർ. ഇങ്ങനെയുള്ള ആൻസർ ധൈര്യമായിട്ട് ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു മാർക്ക് കൂട്ടി വെക്കാം. ശരി. നെക്സ്റ്റ് ഹീറ്റ് ജനറേറ്റർ ഇൻ റെസിസ്റ്റൻസ് വെൽഡിംഗ് ഇസ് ബൈ. ആൻസർ പറഞ്ഞ ശേഷം നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ. വളരെ ഡിസ്റ്റർബൻസ് ആണെന്ന് പറയണം. Question number 20. Oxidizing flame is a flame which is obtained by supplying. നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയിട്ട് പറയും. EHSC ആഗ്രോ മെഷീനറി 2016. More volume of oxygen, less volume of acid. ഓക്സിഡൈസിംഗ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിജൻ കൂടുതലായിരിക്കും, അസറ്റ്ലീൻ കുറവായിരിക്കും. അപ്പം ലെസ് വോളിയം ഓഫ് അസറ്റ്ലീൻ ആൻഡ് മോർ വോളിയം ഓഫ് ഓക്സിജൻ. Okay. Yes. What defect occurs if cast iron is welded without preheating? Technician grade 2 2014. Porosity. ഇവിടെ രണ്ട് ആൻസർ ഉണ്ട്. ക്രാക്ക് അല്ലേ? രണ്ട് ആൻസർ ഉണ്ട്. വെൽഡ് പോറോസിറ്റിയും വെൽഡ് കോൾഡ് ക്രാക്കും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഉത്തരം എന്താ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പോറോസിറ്റിയോ ക്രാക്കോ രണ്ടും ഉത്തരമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാധ്യതയിൽ PSC സ്ഥിരം ചെയ്യുന്ന പോലെ ഡിവിഷൻ ആണ് ഇതിനകത്തുള്ളത്. പക്ഷെ മോർ കറക്റ്റ് ആൻസർ ഈസ് കോൾഡ് ക്രാക്ക് ആണ്. പക്ഷെ ചലഞ്ച് ഉണ്ടായാൽ ഡെഫിനറ്റ്ലി ഡിലീഷൻ. ഈ ആൻസറിനകത്ത് ഉത്തരത്തിന്, അതായത് ഈ ചോദ്യം ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഉത്തരമായി കൊടുത്തിട്ടുള്ളത് ശരിക്കും ക്രാക്ക് ആണ്. പക്ഷെ ഡിലീഷൻ ആണ് ഇതിനകത്ത് വരാൻ സാധ്യത കൂടുതലുണ്ട്. നെക്സ്റ്റ് ഈസ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് 2002 ചോദ്യമാണ്. മാക്സിമം ഹീറ്റ് ഇൻ റെസിസ്റ്റൻസ് വെൽഡിംഗ് ഈസ് സെറ്റ്. എവിടെയാണ് റെസിസ്റ്റൻസ് വെൽഡിംഗിൽ മാക്സിമം ഹീറ്റ് ഉണ്ടാകുന്ന പോർഷൻ എവിടെയാണ്? Interface between two plate being joined. Yes, right. ഇന്റർഫേസിലായിരിക്കും കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക. Question number 23. Oxyacetylene reducing flame is used for welding. ഞാൻ നേരത്തെ പറഞ്ഞാണ്, കൃത്യമായി ആ ഓപ്ഷൻസ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. IES 2001. ഏതാണ് ആൻസർ? എഴുതിയിട്ടുള്ളവർ മറിച്ച് നോക്കിയാൽ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ഗ്രേ കാസ്റ്റ് ആണോ സർ? ഇല്ല, ഹൈ കാർബൺ സ്റ്റീൽ ആണ്. റെഡ്യൂസിംഗ് ഫ്ലെയിം എന്നുള്ളത് കൂടുതലായി യൂസ് ചെയ്യുന്നത്. മോർ ആൻസർ ഇസ് ഹൈ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ ഓർ ഹൈ കാർബൺ. കാർബൺ സ്റ്റീൽ എന്ന് ഞാൻ അത് രേഖപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞു. Which of the following is not a fusion welding? Fusion welding ആണ് IES 2006.
ഗ്യാസ് വെൽഡിംഗ് ഇസ് എ ഫ്യൂഷൻ വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ് ഇസ് എ ഫ്യൂഷൻ വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ് ഇസ് എ ഫ്യൂഷൻ വെൽഡിംഗ്. അവിടെ എല്ലാം മോൾട്ടൺ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ ഉണ്ടാവുന്നുണ്ട്. Answer is friction welding. Friction welding. And last question, which of the following flux is used in the form of granules? IS 2006. ഒരു ബ്ലാങ്കറ്റ് ഓഫ് ഫ്ലക്സ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ് വരുന്നത്. IS 2006 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 25 ക്വസ്റ്റ്യൻ 10 വർഷം ഏകദേശം 15 വർഷത്തോളം ഡിഫറെന്റ് കോമ്പറ്റേറ്റീവ് PSC, ISRO, IES തുടങ്ങിയ പരീക്ഷകളിൽ ഞാൻ നടത്തിയ ഗവേഷണത്തിൽ എനിക്ക് കിട്ടിയ 25 ചോദ്യങ്ങളും ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലാസ്റ്റ് ടൈം അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിക്ക് ചോദിച്ച ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഡസ് നോട്ട് യൂസ് എ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്? ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ ഇതിനകത്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്ലോമ ലെവൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു കുറച്ച് പോർഷൻ ഉണ്ട്. ഞാനത് പഠിപ്പിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് അസൈൻമെന്റ് നിങ്ങൾ തന്നെ നോക്കുക. അതെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഈ വെൽഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇപ്പം വെൽഡ് ടേംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വെൽഡിന്റെ റൂട്ട്, ഒരു വെൽഡ് ജോയിന്റിൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പിഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫില്ലറ്റ് വെൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രാറ്റർ എന്താണ്, വെൽഡിന്റെ ടോ എന്താണ്, ത്രോട്ട് എന്താണ്, ഇതുപോലെയുള്ള ചെറിയ ചെറിയ ശരിക്കും ഞാനത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഡിസൈൻ ഇതിനകത്തുണ്ട്. ഡിസൈൻ എടുക്കുന്നവർ അത് കൂടുതൽ പറയും. വെൽഡിംഗ് ഡിസൈൻ നമ്മൾ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് എന്ന് പറഞ്ഞ പോർഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ പറയുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ടേം കൂടുതൽ വിസ്തരിക്കാഞ്ഞത്. പക്ഷെ നിങ്ങൾ അതൊന്ന് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ വെൽഡിംഗ് ടേംസ്, ഒരു വെൽഡ് ചെയ്യുന്ന രണ്ട് മെറ്റൽ തമ്മിൽ വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് വരുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന വെൽഡ് ബീഡ് എന്താണ്, വെൽഡ് ക്രാറ്റർ എന്താണ്, വെൽഡിംഗ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെൽഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാക്ക് വെൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൽഡിന്റെ ത്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് 100% കോൺഫിഡൻസോടെ ഈ 25 ചോദ്യങ്ങൾ 100% കോൺഫിഡൻസോടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ലെക്ചർ ഒന്ന് വീണ്ടും നോക്കിയിട്ട് നിങ്ങൾക്ക് പോയാൽ 100% വേണ്ട 99 എടുത്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. ഇതിനപ്പുറം ഞാൻ എൻ്റെ ഗവേഷണത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കഴിഞ്ഞ 10-15 വർഷത്തെ ചോദ്യങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതിന്റെ അനുസരിച്ചാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ലെക്ചർ തന്നെ അയച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനാണ് ആ ലെക്ചറിന് ശേഷം ഈ ക്വസ്റ്റ്യൻസിനെ ഉൾപ്പെടുത്തിയത്. അപ്പൊ അത്രയാണ് എനിക്ക് പറയാനുള്ള സമയം. വളരെ വൈകി 9:10 ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ, ഹലോ, പറഞ്ഞോളൂ. സാറേ, ഈ ടിഗ് വെൽഡിൽ ഷീൽഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ടിഗ് വെൽഡിംഗിൽ ഷീൽഡിങ്, അതായത് ആർക്ക് ഷീൽഡിങ്? അതന്നെ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ സാറ് പറഞ്ഞത്? എനിക്ക് ഞാൻ ഒരു പഠിച്ച ഓർമ്മയിൽ പറയുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. മിഗിനും ടിഗിനും കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. എനിക്കറിയില്ല സാറേ. ഹീലിയം എന്നാണ് സാർ പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ടാകാം, പക്ഷെ ഹീലിയമാണ് മോർ ആപ്ലിക്കബിൾ എന്നുള്ളത് കൊണ്ടാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ശരിക്കും ഇത് ഇനേർട്ട് ഗ്യാസ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ടിഗ് വെൽഡിംഗ് നമുക്ക് ഹീലിയം ഉപയോഗിക്കാം, നിയോൺ ഉപയോഗിക്കാം, ആർഗൺ ഉപയോഗിക്കാം, നൈട്രജൻ ഉപയോഗിക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ആ തന്നതിനകത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരം കാർബൺ ഡൈ ഓക്സൈഡ് ആ ഓപ്ഷൻ അകത്തുകൊണ്ട് തള്ളിക്കളയാം. പക്ഷെ ഇനേർട്ട് ഗ്യാസ് അറ്റ്മോസ്ഫിയർ ഷീൽഡിങ്ങിനായി പ്രോപ്പറായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആൻസർ എന്നുള്ള നിലയിൽ ഹീലിയമാണ് ഇവിടെ എടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ്. ഇത്രയും സാധനങ്ങൾ ഞാൻ പറഞ്ഞ ഹീലിയം, നിയോൺ, ആർഗൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി മാത്രമല്ല ഇതുമല്ല കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഉപയോഗിക്കാം, അറിവ് ഉപയോഗിക്കാം. പക്ഷെ മോർ ആൻസർ PSC യെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശരിയാണ്. അല്ല സാറേ, ഞങ്ങൾ പടം വരച്ച് പഠിച്ചത് എന്റെ ഒരു ഓർമ്മയുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാണ്.